أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ കനപ്പെട്ട ഒരു കർമ്മമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. നമസ്കാരം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അതായത് നമസ്കാരം എന്ന് പറയുമ്പോൾ നമസ്കാരമാണ് പരലോകത്ത് ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. ആ നമസ്കാരം ശരിയായാൽ ബാക്കി നമ്മുടെ വിചാരണ മുഴുവൻ ശരിയായി, നമ്മൾ പരലോക പരീക്ഷയിൽ പാസ്സായി എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ 5 നേരത്തെ നമസ്കാരവും അതിൻ്റെ കൂടെയുള്ള സുന്നത്തുകളും. ഇങ്ങനെയുള്ള നമസ്കാരങ്ങളുടെ ഒരു പ്രാധാന്യം എത്രമാത്രമാണ് ഇസ്ലാമിൽ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമസ്കാരം ശരിയാവാതെ ബാക്കി എല്ലാം ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അത് പരലോകത്ത് നമ്മൾ വിജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമസ്കാരം, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതായ നമസ്കാരം ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന, ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യമായി തുടങ്ങേണ്ട കർമ്മം നമസ്കാരമാണ്. അപ്പൊ ആ നമസ്കാരം ആണ് ഇയാൾ മുസ്ലിം ആണോ ഇയാൾ കാഫിറാണോ എന്ന് വേർതിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അപ്പൊ അത്രക്കും നമ്മുടെ ഇസ്ലാമിൽ പ്രാധാന്യമുള്ള ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമസ്കാരം എന്ന് പറയുന്നത് ഒരു ബാഹ്യമായിട്ടുള്ള ഒരു സംഗതി അല്ല, ആത്മാവുള്ള ഒരു കർമ്മമായതുകൊണ്ട് ഈ ക്ലാസ് ആ ഒരു ആത്മാവോടുകൂടി, നിങ്ങളെ ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമാണ് അതിന്റെ പൂർണ്ണതയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇനി ഒരിക്കൽ അമേരിക്കയില് MSA എന്ന് പറഞ്ഞ മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്. അതിന്റെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഒരു സ്കോളർ അവിടെ നമസ്കാരം എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ അവിടെയുള്ള ആളുകൾ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് കുറെ സമയമായിട്ട്. അങ്ങനെ അവസാനം അദ്ദേഹം വന്നു, സ്റ്റേജ് മേലെത്തി. എന്നിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരുപാട് ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒക്കെ വായിച്ച്, നമസ്കാരത്തെ കുറിച്ച് വായിച്ച് അയാൾ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അയാൾ സ്റ്റേജിൽ കാലിയാക്കുകയും ചെയ്തു. അപ്പൊ അയാൾ പോയ സന്ദർഭത്തിൽ അവിടെയുള്ള കാണികള് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെ, അവര് വിചാരിച്ചതൊന്നും അല്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് പോയത്, അതുകൊണ്ട് ആ ഒരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവിടെ സദസ്സ് ബഹളമാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? എന്താണ് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റിന് പോയതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോ അദ്ദേഹം പറയാണ്, ഇങ്ങനെയാണ് നമ്മുടെ നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു രീതി ഇതാണ്. അതായത് നമ്മുടെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഓടി വന്ന് എന്തൊക്കെയോ വിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്ന, പേഴ്സണൽ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ ചെയ്യുന്ന രീതി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണെന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. അപ്പൊ എത്രമാത്രം എന്താ പറയാ, അവഗണനയോട് കൂടിയാണ് നമ്മൾ അള്ളാഹുവിനെ, അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ ഈ നമസ്കാരം. എത്ര അവഗണനയോട് കൂടി, എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമസ്കാരത്തെ 3 ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് ഇന്നത്തെ വിഷയം. 1, നമസ്കാരത്തിന്റെ പ്രാധാന്യം. 2, നമസ്കാരത്തിന്റെ ആത്മാവ് അഥവാ അതിന്റെ ലക്ഷ്യം, ആത്മാവും അതിന്റെ ലക്ഷ്യവും എന്താണെന്നുള്ളത്. 3, നമ്മുടെ നമസ്കാരം ഇപ്പൊ എങ്ങനെയാണെന്നും അതിലെന്ത് കുറവുകളാണുള്ളതെന്നും അത് പരിഹരിക്കാൻ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചു തന്ന കുറച്ച് മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. നമസ്കാരത്തിന്റെ പ്രാധാന്യം, ഒന്നാമത്തെ വിഷയം, നമസ്കാരത്തിന്റെ പ്രാധാന്യം. ഇസ്ലാമിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമസ്കാരത്തെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്.
ഇതിൽ 5 പോയിന്റ് ആണ്. നമസ്കാരം ആരാധനയുടെ അടിത്തറയാണ്. അത് സമയബന്ധിത ബാധ്യതയാണ്. അത് പാപങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അത് വിശ്വാസിയുടെ അടയാളമാണ്. അത് അവഗണിച്ചാൽ അപകടകരമാണ്. ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ ഒരു കൽപ്പനയാണ് നമസ്കാരം എന്നുള്ള ആ ഒരു ഇബാദത്ത്. മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന ഘടകമാണ് നമസ്കാരം. പിശാച് ഒരു സുജൂദാണ് ചെയ്യാൻ വിസമ്മതിച്ചതെങ്കിൽ നമസ്കരിക്കാത്തവർ എത്ര സുജൂദാണ് ഒരു ദിവസം ചെയ്യാൻ വിസമ്മതിക്കുന്നത്? അതായത് ഇവിടെ പറയുന്നത്, നമുക്കറിയാം, സ്വർഗത്തിലെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് കൽപ്പിച്ചിരുന്നു ആദമിന് സുജൂദ് ചെയ്യാൻ. പക്ഷെ ഇബ്ലീസ് വിസമ്മതിച്ചു. അഹങ്കാരം കൊണ്ടോ മറ്റോ അത് വിസമ്മതിക്കുകയാണ്. അപ്പൊ ഇബ്ലീസ് ഒരു സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് അവിടുന്ന് പുറത്താക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അള്ളാഹു നമ്മോട് ദിവസവും 5 നേരം, അതായത് 17 തവണ സുജൂദ് ചെയ്യാൻ, 17ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, ഓരോ റക്അത്തിൽ 2 സുജൂദ്, അത് അത്രയും തവണ പറഞ്ഞ ഒരു സുജൂദ് നമ്മൾ നമസ്കരിക്കാത്ത ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെത്ര സുജൂദാണ് അള്ളാഹ് പറഞ്ഞിട്ടും ചെയ്യാതെ വിസമ്മതിച്ച് ചെയ്യാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സുജൂദ് വിസമ്മതിച്ച ഇബ്ലീസിന്റെ അവസ്ഥയാണ്. അപ്പോ ദിവസവും എത്രയെത്ര സുജൂദുകളാണ് ഒരു നമസ്കരിക്കാത്ത മനുഷ്യൻ വിസമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത്രമാത്രം ഗൗരവമാണ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമസ്കരിക്കാതിരിക്കുന്നവർ ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഇടയിൽ കുറവായിരിക്കും. പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിലുള്ള മക്കളിൽ അധിക പേരും നമസ്കരിക്കാത്തവരാണ് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ മക്കളുടെയൊക്കെ കൂട്ടുകാരെ അന്വേഷിച്ചു കഴിഞ്ഞാല് നിസ്കാരത്തെ വളരെ അവഗണനയോടുകൂടി നമസ്കരിക്കാതിരിക്കുന്നത് ഒരു വിഷയമായിട്ടേ അല്ല അവർ കാണുന്നത്. അവര് പ്രശ്നമായിട്ട് തന്നെ അല്ല അതിനെ കാണുന്നത്. വളരെ സില്ലി ആയിട്ടാണ് നമസ്കരിക്കാതിരിക്കുന്നതിനെ അവർ കാണുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിസ്കരിക്കാത്തവളോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അത്ഭുതമായിരുന്നു. നിസ്കരിക്കാതിരിക്കുക, അങ്ങനെ ഒന്നില്ലല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ്. നിസ്കരിക്കുന്നവരാണ് കുറഞ്ഞു പോയത്. നിസ്കരിക്കാത്തവരാണ് ഭൂരിപക്ഷം പുതിയ ജനറേഷനിൽ വരുന്നത്. അപ്പൊ അത് ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമസ്കാരം എന്ന സലാത്ത് എന്ന വാക്കിന് സില, കണക്ഷൻ എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു സലാത്ത് വരുന്നത്. കണക്ഷൻ, അതായത് നമ്മൾ ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ ബന്ധം കുറച്ച് സമയത്തേക്ക് ആ ഒരു പ്ലഗ്, ദുനിയാവിൽ നിന്നുള്ള പ്ലഗ് ഊരിയിട്ട് നമ്മൾ അള്ളാഹുവുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് വെക്കുന്നതാണ് ഈ സില, ഈ ബന്ധം എന്ന് പറയുന്നത്. അതായത് ഈ പ്ലഗ് ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരതരായിരിക്കെ പെട്ടെന്ന് അതൊന്ന് ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലഗ് അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്ത് അള്ളാഹുവുമായിട്ട് കുറച്ച് സമയം ഓൺലൈൻ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമസ്കാരത്തിന്റെ ആ തുച്ഛമായ സമയം എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള മുനാജാത്ത്, അതായത് മുനാജാത്ത് എന്ന രഹസ്യ സംഭാഷണമാണ്. അത് 2 വേ ആണ് സംസാരം. നമ്മൾ ഒരു ഒറ്റക്ക് സംസാരിക്കല്ല. ആക്ച്വലി സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചവർക്ക് മനസ്സിലാവും. അതായത് ഓരോ ആയത്ത് അവിടെ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ, ഓരോ ആയത്തിനും അള്ളാഹ് അവിടെ മറുപടി പറയുന്നുണ്ട് നമ്മളോട്. അത് പഠിച്ചവർക്കറിയാം. അപ്പൊ ഇതൊരു 2 വേ സംസാരമാണ് നമസ്കാരം. നമസ്കാരം നിർബന്ധമാക്കിയ പ്രവാചകന് നമസ്കാരം അതിന്റെ ഈ ഒരു മിറാജ് യാത്രയിലാണല്ലോ 5 നേരത്തെ നമസ്കാരമൊക്കെ പ്രവാചകന്റെ ശരിയായ രൂപവും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതാക്കുന്നത്. ആ നിസ്കാരം നിർബന്ധമാക്കുന്ന ആ സമയം എന്ന് പറയുന്നത് പ്രവാചകന് 50-ാമത്തെ വയസ്സില് ഈ ഖദീജ 50-ാമത്തെ വയസ്സില് ദുഃഖവർഷം എന്നാണ് പറയുന്നത്. ദുഃഖവർഷം എന്ന് പറയുന്നത് ഖദീജ ബീബി മരിച്ചു, ആ വർഷം തന്നെ അബൂ ത്വാലിബ് മരിച്ചു, പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബ് മരിക്കുകയാണ്. അങ്ങനെ 2 തണലുകൾ, തനിക്കുണ്ടായിരുന്ന 2 തണലുകളും ഒരേ വർഷമാണ് പ്രവാചകൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ആ വർഷം തന്നെയാണ് പ്രവാചകൻ തായിഫിലേക്ക് പോയിട്ട് അവിടുത്തെ ആളുകൾ പ്രവാചകനെ കല്ലെറിഞ്ഞിട്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു സന്ദർഭവും വല്ലാതെ വേദനിപ്പിച്ച സംഭവമാണ്. ഒരിക്കല് സഹാബി ചോദിച്ചു പ്രവാചകനോട്, പ്രവാചക താങ്കളെ വേദനിപ്പിച്ച സംഭവം ഏതാണ്? ഉഹുദാണോ എന്ന് ചോദിച്ചു. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട് ശാരീരികമായിട്ട്. പ്രവാചകൻ പറഞ്ഞു ഉഹുദല്ല, എന്നെ വേദനിപ്പിച്ചത് തായിഫാണ്. കാരണം എന്താണ്? തായിഫ് എനിക്ക് തന്നത് മാനസികമായ വിഷമമാണ്. എന്നെ കല്ലെറിഞ്ഞ് അവർ ആട്ടിയോടിച്ചതാണ്.
അപ്പൊ അതെന്നെ മാനസികമായി തളർത്തിയതാണ്. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായ വർഷത്തിലാണ് അള്ളാഹു ഈ നമസ്കാരത്തിന് വേണ്ടി മിറാജ് യാത്രയിൽ വിളിക്കുന്ന. അങ്ങനെ ഈ ആ ഒരു അവസ്ഥ, അതായത് പ്രവാചകന് പിന്നെ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് നമസ്കാരമായിരുന്നു. ആ റബ്ബ് കൊടുത്ത ഒരു നമസ്കാരമാണ് എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിട്ട് അള്ളാഹു നീ നമസ്കരിക്ക്, സമാധാനം കിട്ടാൻ അള്ളാഹുവിലേക്ക് സംഭാഷണം ചെയ്ത് നമസ്കരിക്കുന്ന പറയുന്ന ആ നമസ്കാരം നിർബന്ധമാക്കിയതാണ്. അപ്പോ നമസ്കാരം നിർബന്ധമാക്കുന്ന ആ ഒരു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോണ്ടെക്സ്റ്റ് നിങ്ങൾ നോക്കൂ. പ്രവാചകൻ അത്രയും മാനസിക വിഷമം സഹിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത്. ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിസ്കാരങ്ങളെ സൂക്ഷിക്കൂ, പ്രത്യേകിച്ച് മധ്യ നമസ്കാരത്തെ അള്ളാഹുവിനായി വിനയത്തോടെ നിലകൊള്ളൂ. ഖുറാനിൽ പറയുന്ന ഒരു ഇതാണ് സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞ അധിക പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന അസ്ർ നമസ്കാരത്തെയാണ്. അപ്പൊ ഈ നമസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്, കാരണം ഒരുപാട് ആളുകൾക്ക് മിസ്സായി പോകുന്ന നമസ്കാരമാണ് സലാത്തുൽ വുസ്ത എന്ന് പറയുന്ന ഈ അസ്ർ നമസ്കാരം. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയില് ഒരുപാട് തലാഖിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഇടക്ക് ഒരു നമസ്കാരത്തെ കുറിച്ചുള്ള ഒരു ആയത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിക്മത്തായിട്ട് ഒരു പണ്ഡിതൻ പറയുന്നത്, അതായത് വിവാഹം, ഇപ്പൊ മനുഷ്യന്മാർക്ക് രണ്ട് തരത്തിലുള്ള ബന്ധമാണുള്ളത്. ഒന്ന് കുടുംബ ബന്ധവും രണ്ടാമത്തത് വിവാഹ ബന്ധവും, അല്ലെ? അതിൽ കുടുംബ ബന്ധം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, അള്ളാഹ് തീരുമാനിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കുടുംബ ബന്ധം. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും സഹോദരങ്ങളൊക്കെ ആരാവണമെന്ന് അള്ളാഹ് തന്നെ തീരുമാനിച്ച് അങ്ങനെ ഒരു ബന്ധം ഉറപ്പിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് അവിടെ ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് വിവാഹ ബന്ധം തീരുമാനിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തരികയും ഫ്രീഡം തരികയും നമ്മൾ വിവാഹം ചെയ്ത് പിന്നീട് അത് തലാഖാവുമ്പോ, അത് തലാഖ് ചെയ്യപ്പെടുമ്പോ ഒരുപാട് മാനസിക സംഘർഷം സഹിക്കുന്ന ഒരു വിച്ഛേദനമാണ്, ബന്ധങ്ങളുടെ വിച്ഛേദനമാണ് ഈ തലാഖ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അള്ളാഹ് പറയുന്ന അതിന്റെ ഇടയ്ക്ക് ഒരു നിസ്കാരത്തിന്റെ ആയത്തുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം, നമസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് നിങ്ങൾ ബന്ധം, ബന്ധം നിങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കാം അതിന്റെ ഇടയിൽ ഒരു നമസ്കാരത്തിന്റെ ഒരു ആയത്ത് വെച്ച് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റാണ് മരിച്ചത്, അല്ലെ? ഒരു ജൂതന്റെ കുത്തേറ്റ് മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഫജ്ർ നമസ്കാരം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ബാക്കിൽ നിന്ന് വന്ന് കുത്തി ബോധരഹിതനായി വീണു. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റപ്പോ, ബോധം വന്ന് എഴുന്നേറ്റ സന്ദർഭത്തിൽ വെള്ളം ചോദിച്ചു. അപ്പൊ സഹാബിമാർ വിചാരിച്ചു ദാഹിച്ചിട്ട് കുടിക്കാനായിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഒളു എടുക്കാനാണ്, കാരണം എന്റെ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടത്, നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചോദിക്കുന്നത്. അങ്ങനെ ഒളു എടുത്ത് നമസ്കരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് നമസ്കരിക്കണം, നമസ്കാരം ഉപേക്ഷിച്ച ആൾക്ക് ഇസ്ലാമിൽ യാതൊരു ഭാഗധേയവുമില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇസ്ലാമില് പൂർവ മഹാന്മാരൊക്കെ നമസ്കാരത്തെ അത്രയും വാല്യുബിൾ ആയിട്ടാ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ വന്നപ്പോ അധിക സ്ത്രീകൾ പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ വിഷയം പറയുകയാണെങ്കിൽ, നമ്മൾ കല്യാണത്തിന്റെ അന്ന് നമസ്കരിച്ചവർ വളരെ കുറവായിരിക്കും, അല്ലെ? ഇതിലൊക്കെ ഇപ്പോൾ കയറിയവരധികം കല്യാണം കഴിഞ്ഞ അവർ നമ്മുടെ വിവാഹ ദിവസം നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം അന്ന് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുമ്പോ ഒരു പതിനായിരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് നമസ്കാരം മാറ്റിവെച്ചോ അല്ലെങ്കിൽ നമസ്കരിച്ചില്ലേ? അതൊരു ചോദ്യം. രണ്ടാമത്, നമ്മൾ പ്രസവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ നമസ്കരിക്കാൻ നിങ്ങൾ എത്രമാത്രം മുൻഗണന കൊടുക്കുന്നുണ്ട്, അല്ലെ? നമസ്കരിക്കാൻ, പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നമുക്ക് ഇതുവരെ നിസ്കരിക്കാം, അത് പ്രസവിക്കുന്നവരെ നിസ്കരിക്കാം, വേറെ ഡിസ്ചാർജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, ഇപ്പം ചെറിയൊരു ചോര എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലായി, അല്ലെങ്കിൽ ഒരു മാലിന്യം ആയി കഴിഞ്ഞാൽ അവര് പറയും ഇനി കുളിച്ചിട്ടേ ഞാൻ നിസ്കരിക്കൂ. ആര് പറഞ്ഞു കുളിച്ചിട്ടാ നിസ്കരിക്കേണ്ടതെന്ന്? ഫർള് നമസ്കാരം വലിയ അശുദ്ധിയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുളി നിർബന്ധമാകുന്നത്. മറ്റേതിലൊക്കെ നമുക്ക് ആകെ പടച്ചവൻ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് 3-4 കണ്ടീഷനാണ് നിസ്കരിക്കാനുള്ള ഷർത്തുകൾ എന്ന് പറയുന്നത്. അണിഞ്ഞ ഡ്രസ്സ് വൃത്തി ഉണ്ടായിരിക്കുക, അതിൽ മാലിന്യ നജസ് എന്ന് പറയുന്ന പ്രത്യേകം പറഞ്ഞ സാധനങ്ങൾ തന്നെ ഉണ്ട്, അല്ലെ?
മലം, മൂത്രം, ഛർദി, കഫം പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ വസ്ത്രത്തിൽ ഉണ്ടായിരിക്കെ നിസ്കരിക്കരുത്. അത് നിങ്ങൾക്ക് വേറൊരു വസ്ത്രം ഇട്ട് നിസ്കരിക്കാം. നമുക്കൊക്കെ ഇക്കാലത്ത് ഇഷ്ടംപോലെ വസ്ത്രമുണ്ട്. പണ്ടൊക്കെ ഒന്ന് മാറ്റി ഒന്നും എടുക്കാനില്ല എന്ന് പറയും. പക്ഷെ ഇന്ന് ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. അത് മാറ്റിയാൽ നിസ്കരിക്കാൻ നമ്മൾ പാകമായി. കുളിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അധിക സ്ത്രീകളും അവരുടെ വസ്വാസ് കാരണം എവിടെയോ കുളിച്ചിട്ടേ നിസ്കരിക്കൂ, ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ളുഹ്ർ നിസ്കാരത്തിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് കുളിച്ചിട്ടേ നിസ്കരിക്കൂ എന്ന വാശി കാരണം നിസ്കാരത്തെ വൈകിച്ച് അസർ വരെ എത്തിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ സ്ത്രീകളുണ്ട്. ഇവിടെ ഇസ്ലാമിൽ നമസ്കാരത്തിന് എത്ര പ്രാധാന്യം അവിടെ കൊടുത്തിരുന്നു. അപ്പോ അള്ളാഹു നമുക്ക് ഈ പിന്നെ ആ ഡ്രസ്സ് മാറ്റി നിസ്കരിക്കാനും അല്ലെങ്കിൽ ആ സ്ഥലം എല്ലാ സൗകര്യം ചെയ്തു തന്നാലും നമ്മുടേതായ ഒരു കാര്യം വന്ന് വൈകിപ്പിക്കുന്നത് വളരെ തെറ്റായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്ത പോയിന്റ്, പരലോകത്ത് നരകവാസികളോട് ചോദിക്കുന്ന ഒരു സന്ദർഭം, എന്തുകൊണ്ട് ഇവിടെ എത്തി എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഞങ്ങൾ മിനൽ മുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല എന്നാണ് അവർ ഖേദിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളിൽ പെട്ടില്ല, നമസ്കരിക്കുന്നവരായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതിന്റെ കാരണം അവർക്ക് മനസ്സിൽ അന്ന് പറയാൻ തോന്നുന്നത്. നോക്കൂ. അതുപോലെ നമസ്കാരം നിർബന്ധമാക്കി ഇസ്രാ മിറാജ് യാത്രയിലാണല്ലോ അല്ലെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഈ ബാക്കിയുള്ള കർമ്മങ്ങൾ നിങ്ങൾ നോക്കണം, നോമ്പ്, ഹജ്ജ്, ഇങ്ങനത്തെ ഒരുപാട് കർമ്മങ്ങള് ജിബ്രീൽ വഴി ഖുറാനിലൂടെ അള്ളാഹു പ്രവാചകന് ഇറക്കി കൊടുത്തതാണ് അല്ലെ. ജിബ്രീലിലൂടെ ഹജ്ജ്, നോമ്പ്, അതുപോലെ ആരാധന കർമ്മങ്ങളും ബാക്കി നിയമനിർദ്ദേശങ്ങളും എല്ലാം തന്നെ. പക്ഷേ നമസ്കാരത്തെ മാത്രം അള്ളാഹു പ്രവാചകനെ നേരിട്ട് വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത, നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് നമസ്കാരം. അതായത് ഒരു കമ്പനിയിലെ ഒരു മാനേജർ അവിടുത്തെ എംപ്ലോയിനോട് എല്ലാ കാര്യങ്ങളും ഇമെയിൽ വഴി അവർക്ക് മെസ്സേജ് കൊടുക്കും, ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, നിങ്ങൾ അതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം മാത്രം മാനേജർ പെട്ടെന്ന് റൂമിലേക്ക് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നേരിട്ട് വന്ന് എന്നെ കാണണം എന്ന് പറയുമ്പോ അതൊരു ഗൗരവമുള്ള കാര്യമായിരിക്കും അല്ലെ. അതുകൊണ്ടാണല്ലോ മെയിൽ വഴി ഒന്നും അയക്കാതെ എന്നെ നേരിട്ട് വന്ന് കണ്ട് അത് ഇതാക്കണം എന്ന് പറയണമെങ്കിൽ അത് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ആ കാര്യത്തെ നമ്മൾ കാണേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്ന അള്ളാഹു പ്രവാചകനെ നേരിട്ട് വിളിപ്പിച്ച് യാത്രയിലൂടെ അല്ലെ, യാത്രയിലൂടെ പോയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ആദ്യം 50 പിന്നീട് 5 കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ മക്കയിൽ നിന്ന് ബുറാക്ക് എന്ന വാഹനത്തിൽ ജെറൂസലം വരെ പോയി എല്ലാ പ്രവാചകരോടും ഒത്ത് ജമാഅത്തായി നമസ്കരിച്ചു. ആകാശ ലോകത്തിലൂടെ 7 സ്വർഗങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, യൂസുഫ് നബി, അങ്ങനെ തുടങ്ങിയ പ്രവാചകരെ എല്ലാം കണ്ടു. സിദ്റത്തുൽ മുൻതഹ വരെ എത്തി. അവിടെ നമസ്കാരത്തിന്റെ ബാധ്യത 5 പ്രാവശ്യമായി നിർദ്ദേശിക്കപ്പെടുകയാണ്. ഇവിടെ ഇതില് പറയുന്നത് ഈ 50 ആദ്യം അള്ളാഹു 50 തവണയാണ് ഒരു ദിവസത്തെ നമസ്കാരം പറഞ്ഞത്. പിന്നീട് അത് ഓരോ പ്രവാചകന്മാര് പറയുന്നുണ്ട്, നിന്റെ സമുദായത്തിന് അത് സാധ്യമാവില്ല, നബിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് വീട് 5 ആക്കുന്നത് കുറച്ചിട്ട്. അപ്പോ ഈ 50 നേരം നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം നമുക്ക് ഭൗതികമായി ഈ ഇഹലോക ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഉണ്ടാവുള്ളൂ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയധികം നമ്മൾ ഒരു 50 നേരം നമ്മൾ നിസ്കരിക്കുന്ന പോലെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ അത്രയും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പിന്നെ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് അത് 5 നേരമാക്കി കുറച്ചത്. അപ്പൊ ഇനി അതാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ. നമസ്കാരത്തിന് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമസ്കാരത്തിന്റെ ആത്മാവ്, ലക്ഷ്യം. അതായത് ഓരോ നമസ്കാരം എന്ന് പറയുന്നത് വെറും ഒരു പുറമേ കാണുന്ന ആ ഒരു പിന്നെ അവയവങ്ങളുടെ അനക്കമല്ല, മറിച്ച് അതിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് ഒരു സാധനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്, പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഈ മരം നോക്കുക. ആ മരത്തിന്റെ താഴെ എന്തോരം ഡീപ്പായിട്ടാണ് അതിന്റെ റൂട്ട് ഉള്ളത്. അപ്പൊ ഇത്രയും വലിയ റൂട്ട് വളരെ ഫേം ആയിട്ട് താഴെ നിൽക്കുന്നത് കൊണ്ടാണ് മുകളിലുള്ള മരം ഇത്രയും സുന്ദരമായി കായ്ക്കുന്നതും ഇലകളൊക്കെ പച്ചപ്പ് പിടിച്ചിട്ട് പഴങ്ങൾ തരുന്നതും അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ അടിയിലുള്ള വേരാണ് അതിനെ മര്യാദക്ക് നല്ല ഭംഗിയിൽ നിർത്തുന്നത്. അപ്പൊ അതായത് ഈ പുറമെ കാണുന്ന സാധനം അല്ല അതിന്റെ ആത്മാവ് എന്ന് പറയുന്ന അടിയിലുള്ള ആ ഒരു വലിയ വേരിന്റെ ഒരു കൂട്ടമാണ്.
പിന്നെ ഒരു മല നോക്കൂ ഇവിടെ സ്ലൈഡിൽ. ആ മല എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു പാറകൾ ഉയർന്ന ഒരു പാറയല്ല, മറിച്ച് അടിയിലേക്ക് വലിയ, നമ്മള് ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് മലകൾ എന്ന് പറയുന്നത് ആണികളാണ്. ഭൂമിയെ അങ്ങനെ ഉറപ്പിച്ചു നിർത്താനുള്ള ആണികളാണ്. അപ്പൊ ആണി എന്നുള്ള ആ ഒരു ലക്ഷ്യം, ഭൂമി ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യം ഈ മലകൾക്ക് സാധ്യമാകണമെങ്കിൽ അത് ഇത്രയും ഡീപ്പായിരിക്കണം. അപ്പൊ അതിന് ആത്മാവ് അടിയിലേക്ക് നമ്മൾ കാണാത്ത എത്ര ഉണ്ട് നോക്കി ഈ മലയുടെ താഴെ. അതുപോലെ തന്നെ നമ്മുടെ പല്ല് നോക്കൂ, നമ്മളെ പല്ലിന്റെ അടിയാണ് അതിന്റെ മെയിൻ ആത്മാവ്. ഉള്ള് എന്ന് പറയുന്നത് അതാണ്. ആ ഉള്ളങ്ങ് മുറിച്ച് റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോ ഈ ഉള്ള് മുറിച്ച് കളയലാണ് അല്ലെ. റൂട്ട് കനാൽ ചെയ്ത പല്ല് ശരിക്കും ഇതിന്റെ ക്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അതിപ്പോ അതങ്ങ് അടർന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും. കാരണം അത് വെറും ഒരു ബാഹ്യമായ ഒരു തോട് മാത്രമായിരിക്കും. അതുപോലെ തന്നെയാണ് കടൽ നോക്കുകയാണെങ്കിൽ എന്തോരം ഡീപ്പാണ്. നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ നീല വെള്ളത്തിന്റെ പരപ്പാണോ? അല്ല, ആ ഡീപ്പായിട്ടുള്ള സാധനമാണ് ശരിക്കുള്ള കടൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു സാധനം നമ്മൾ പ്രകൃതി നോക്കിക്കോട്ടെ, എന്തിനും ആത്മാവുണ്ട്. ആ ആത്മാവാണ് അതിന്റെ പ്രധാന ഘടകം. അതാണ് അതിന്റെ ബാഹ്യമായ സാധനത്തിനെ പോലും അതിനെ അർത്ഥവത്താക്കുന്നതും അതിന്റെ ശരിയായ ലക്ഷ്യം നേടിക്കൊടുക്കുന്നതും. അപ്പൊ ഇസ്ലാമിൽ എല്ലാ കർമ്മങ്ങൾക്കും ആത്മാവുണ്ട്. ആത്മാവ് ഉണ്ടാവണം, എന്നാലേ അതിന് ഒരു ഇബാദത്തായി മാറുന്നുള്ളൂ. നമസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഖുശൂ ആണ്. ഈ ഖുശൂഇനെ കുറിച്ച് പറയണം. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ വേറെ അർത്ഥങ്ങൾ പറയുകയാണെങ്കിൽ വിനയം, ഭയഭക്തിന്റെ വേറെ രൂപം വിനയം, ലോവറിങ്, താഴ്മ, നിശ്ചലാവസ്ഥ. അതായത് ഒരാൾക്ക് ഖുശൂ ഉണ്ടെങ്കിൽ അയാൾക്ക് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി അയാൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് ആ ഖുശൂ ഉണ്ടോ എന്നുള്ള ഒരു പുറത്ത് നമുക്ക് ചെറിയൊരു രീതിയിൽ ഇതാവും ല്ലേ. ആ ഒരു നിശ്ചലമായി അയാൾ നിൽക്കുക. അയാള് വെറുതെ ഇങ്ങനെ ഒരാള് പുറത്ത് നിസ്കരിക്കുന്ന സമയത്ത് അയാൾ വെറുതെ തലചൊറിയ, അയാളുടെ തട്ടം ശരിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അയാളെ അവയവങ്ങൾക്ക് ഖുശൂ ഇല്ലെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അന്നേരം അയാളുടെ ആത്മാവിന് ഉള്ളിലും ഖുശൂ ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ് പുറത്തുള്ള അവയവങ്ങളുടെ ഖുശൂ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെ. നമുക്കറിയാം നിസ്കാരം ഒരിക്കലും ഒരു സഹാബി ഇങ്ങനെ, ഏതോ ഒരാൾ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ അയാൾ താടി ഇങ്ങനെ കളിക്കുന്നായിരുന്നു, താടിയുമല്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, താങ്കൾ നിസ്കരിച്ചിട്ടില്ല, കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടില്ലേ, താങ്കളുടെ ശരീരത്തിന് ഖുശൂ ഇല്ല, അത് അങ്ങനെ വീണ്ടും നിസ്കരിക്കാൻ പറയുന്ന ഒരു നമുക്കറിയാം. അപ്പൊ അതായത് നമ്മളുടെ ഉള്ളിൽ ഖുശൂ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിലെ ആ രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പൊ ആ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ അതിന്റെ സൈന്യമായ അവയവങ്ങൾ നിറഞ്ഞ രാജാവാകുന്ന ഹൃദയം നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനകളാണ് നമ്മളുടെ അവയവങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും രാജാവിന് ഖുശൂ ഉണ്ടെങ്കിൽ ആ അവയവങ്ങളോട് അതിന് നല്ലത് അടങ്ങി നിൽക്കാൻ കൽപ്പിക്കും. അപ്പൊ അതിന് ഖുശൂ ഉണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ അവയവങ്ങൾ അനാവശ്യമായി ചലിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാം. മുഅ്മിനീങ്ങളെ കുറിച്ച് ആദ്യത്തെ 10-11 ആയത്തില് മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ പറയുന്നതാണ്. അപ്പൊ ആ 11 ആയത്തില് 2 ആയത്ത് നമസ്കാരത്തെ കുറിച്ചാണ്. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ ഒന്ന് നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് എന്നുള്ളതാണ്. ഇത് 2-ാമത്തെ ആയത്താണ്. മുഅ്മിനീലെ 2-ാമത്തെ ആയത്താണ്. ആദ്യത്തെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും അവർ വിജയിച്ചിരിക്കുന്നു മുഅ്മിനീങ്ങൾ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ വിജയത്തെ കുറിച്ച് 1-ാമത്തെ ആയത്ത് പറഞ്ഞിട്ട് ആദ്യത്തെ ക്വാളിറ്റി തന്നെ പറയുന്നത് നിസ്കാരത്തിലെ ഖുശൂ ആണ്. അത് ആലോചിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. അവർ നമസ്കരിക്കുന്ന, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അണ്ടർസ്റ്റുഡ് ആണ്. അതിന്റെ അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? നമസ്കരിക്കുന്നവരാണ് അവര്. നമസ്കരിച്ചാലേ ഖുശൂവിന്റെ കാര്യം പറയണ്ടോ. അതിന്റെ ഹൈ ക്വാളിറ്റിയാ പറയുന്നത്. അവർ ഖുശൂ ഉള്ളവരാണ്. നിസ്കാരം അവർ കൃത്യമായിരിക്കും. അപ്പൊ പിന്നെ 9-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ നിഷ്ഠയുള്ളവരാണ്. ഇവിടെ പറയുന്ന ഖുശൂ, ഇത് മറ്റേതിൽ പറയുന്ന ആദ്യത്തെ 2-ാമത്തെ കാര്യത്തിലെ ആത്മാവിനെ കുറിച്ച്. ഓരോ നമസ്കാരത്തിലും അവരത്രക്കും ഖുശൂവോട് കൂടിയാണ് ഓരോ നിസ്കാരം നിസ്കരിക്കുക. എന്നാൽ 9-ാമത്തെ ആയത്ത് പറഞ്ഞത് എന്താണ്? അവർ നമസ്കാരങ്ങളുടെ കാര്യത്തിലുണ്ട്. നമസ്കാരങ്ങളിൽ ആദ്യം സലാത്ത് എന്ന് പറഞ്ഞു, സിംഗുലർ ആയിട്ട് നമസ്കാരത്തിൽ ഖുശൂ ആണ് ഓരോ നമസ്കാരം.
എന്നാൽ രണ്ടാമത്തിൽ പ്ലൂറൽ ആയിട്ടാണ് പറഞ്ഞത്. സലവാത്തിഹിം, അവരവരുടെ നമസ്കാരങ്ങൾ എങ്ങനെയാണ്? നിഷ്ഠയാണ്. 5 നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ശരിക്കും കൺസേൺഡ് ആണ്. അവര് എവിടെയെങ്കിലും പുറത്തു പോയാലൊക്കെ അവരവർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് അവര് ഭയങ്കര കൺസേൺഡ് ആണ്. എന്റെ നമസ്കാരത്തിന് സമയമായി, എവിടെ കിബില എവിടെയാണ്, ഒതുകൊടുക്കാൻ സ്ഥലമുണ്ടോ, ഔറത്തുമാർക്ക് എവിടെ, മുസല്ല എവിടെയാ, ഇതൊക്കെ അന്വേഷിച്ചാണ് അവരുടെ നിഷ്ഠ എന്ന് പറയുന്ന അതാണ്. അവർ വളരെ കറക്റ്റ് ആണ് ആ കാര്യത്തിൽ. അവർ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പൊ അത്രക്കും ഇതാണ്. മുഅ്മിനീങ്ങളാണെങ്കിൽ നമസ്കാരത്തിൽ അത്രയും ശ്രദ്ധ കൊടുക്കും. പിന്നെ അതുപോലെ ഒരു പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സ്വർഗത്തിൽ നിന്റെ സ്ഥാനം നിനക്കറിയണമെങ്കിൽ നിന്റെ നമസ്കാരത്തിലെ ഖുശൂഇലേക്ക് നോക്കിയാൽ മതി. അതായത് നമുക്കറിയാം സ്വർഗത്തിൽ ഒരുപാട് ദർജകൾ ഉണ്ട്. ഹയസ്റ്റ് ജന്നത്തുൽ ഫിർദൗസ്, പ്രാർത്ഥനകളിലൊക്കെ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കാനാണ് പറയുന്നത്. അപ്പൊ ആ ദർജകള്, ഓരോരുത്തരുടെ പദവികൾ അറിയണമെങ്കിൽ തന്റെ നമസ്കാരത്തിൽ നമ്മൾ എത്രമാത്രം ഖുശൂ ഉണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഖുശൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ സൈലൻസും ശരിക്കും അവയവങ്ങളുടെ അനക്കവും ഇന്റേണൽ സൈലൻസും കൂടിയതാണ് ഖുശൂ. ഖുശൂ എന്ന് പറഞ്ഞാല് അത് ഭയഭക്തിയാണ്. പക്ഷെ അത് എക്സ്റ്റേണലി മാത്രമല്ല, ഇന്റേണൽ സൈലൻസും എക്സ്റ്റേണൽ സൈലൻസും. എക്സ്റ്റേണൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ അനക്കാതെ വെക്കണം എന്നല്ല. അല്ല പറഞ്ഞതുപോലെ പ്രവാചകന് പഠിപ്പിച്ചതുപോലെയുള്ള അനക്കം മാത്രം അവർ അനക്കുള്ളൂ. അതിനപ്പുറമുള്ള അനക്കം അവരുടെ അവയവങ്ങളിൽ ഉണ്ടാവില്ല. അതാണ് എക്സ്റ്റേണൽ സൈലൻസ്. ഇന്റേണൽ സൈലൻസ് എന്ന് പറയുന്നത് മനസ്സിന്റെ ശാന്തത. രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നമസ്കാരത്തിൽ. അതില് ഈ മനസ്സിന്റെ ശാന്തത കിട്ടാന് പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ച എങ്ങനെയാണ്? നിങ്ങൾ വിശക്കുന്നുണ്ടെങ്കിൽ വിശപ്പ് തീർന്നിട്ട് നിസ്കരിക്കുക. ടോയ്ലറ്റ് പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വരെ. വേറെന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ പോയിട്ട് അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിസ്കാരം. അതൊക്കെ ശാന്തമാക്കിയിട്ട് നിങ്ങൾ മനസ്സൊന്ന് ശാന്തമായിട്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വാ. എന്നാലേ നിങ്ങൾക്ക് ഇന്റേണൽ സൈലൻസ് കിട്ടുള്ളൂ. ഇവൻ ശ്രമിച്ചാൽ പോലും നമുക്കത് കിട്ടണേ. വേറെ എക്സ്റ്റേണലി നമ്മൾ വിശപ്പ് തീരണം, ടോയ്ലറ്റ് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ സൈലന്റ് ആയാൽ മാത്രമേ നമ്മുടെ മനസ്സ് ബാക്കിയുള്ള ശാന്തതയിലേക്കും അള്ളാഹുവിലേക്കും പോവാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഹൃദയശാന്തി. ഭക്തി കിട്ടാൻ താൻ ആരുടെ മുമ്പിലാണ്. ഇത് ഇവിടെ ഇന്റേണൽ സൈലൻസിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള വികാരങ്ങളൊക്കെ മാറ്റിയാലും നമ്മളെ മനസ്സില് നമ്മൾ വിചാരിക്കേണ്ട ഒരു വിചാരം, ഞാൻ ആരെ മുന്നിലാ നിൽക്കുന്നത്. ശരിക്കും നിസ്കരിക്കാൻ കൈകെട്ടുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ CCTV, ശരിക്കും നമുക്ക് ഇവിടെ CCTVകൾ ഉണ്ടാവും, നമുക്ക് പേടിയാണ് അല്ലെ? എവിടെങ്കിലും പല ആളുകളും മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരമൊക്കെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ചലനങ്ങൾ ശ്രദ്ധിക്കും. CCTV ഉണ്ടാവും എന്ന് പറയും. പക്ഷെ എല്ലാ സമയം CCTV നമ്മൾ നോക്കുന്നുണ്ട്, മലക്കുകൾ നമ്മൾ വീക്ഷിക്കുന്നുള്ളത് വേറെ വിഷയം. പക്ഷെ നമസ്കരിക്കുന്നതോടുകൂടി, കൈ കെട്ടുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലേക്ക് വന്നു. അള്ളാഹോട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. അപ്പൊ എന്റെ മുന്നിൽ ആരാണ് റബ്ബേ? ഈ അള്ളയാണ്. അള്ളാഹുവിന് മുന്നിലാണ്. അതായത് നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഖുശൂ വരണമെങ്കിൽ നമുക്ക് അള്ളാഹിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. കാരണം അതെന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മളിപ്പോ ഇവിടെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ്, അയാളുടെ മുന്നിൽ പോയി നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ നിൽക്കുമ്പോ നമ്മളുടെ അവയവങ്ങളൊന്നും അനാവശ്യമായിട്ട് ചലിക്കില്ല. ഒരു രാജാവിന്റെ മുന്നിൽ പോയി നമ്മളിങ്ങനെ എന്തോ പറയാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മുടെ ആ നൃത്തത്തിന്റെ ഖുശൂഅ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ തട്ടൊന്നും വെറുതെ ശരിയാക്കൂല, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയൂല, തിരിഞ്ഞു നോക്കൂല, ഒന്നും ചെയ്യൂല. കാരണം എന്റെ മുന്നിൽ നിൽക്കുന്ന ആ രാജ്യത്തിന്റെ പ്രസിഡന്റാ, എന്നെ നോക്കി നിൽക്കുകയാണ്. ഇവളുടെ നൃത്തം എങ്ങനെയാണെന്ന്. അപ്പൊ ആരുടെ കൈയും പേടിച്ചിട്ട് അനങ്ങ പോലും ഇല്ല. അപ്പൊ പിന്നെ ഹൃദയത്തിൽ എന്തായിരിക്കും? പേടി കൊണ്ട് നമ്മളെ വീട്ടിലെ ചിന്തയോ ഭക്ഷണമോ കുട്ടികളോ ഒന്നും ചിന്ത ഉണ്ടാവില്ല. കാരണം ഞാൻ ആരെ മുന്നിലാ നിൽക്കുന്ന? ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അറിവാണ് എന്റെ മനസ്സിൽ ഖുശൂ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ വേറൊരാളെ പുറത്തേതോ സ്ട്രീറ്റിൽ ഒരാളെ മുന്നിലാ നിൽക്കുന്നതെങ്കിൽ എനിക്കൊന്നും തോന്നൂല. ഒരു വിലയില്ലാത്ത പോലെ കാണുക. കാരണം അത് എന്റെ മനസ്സിൽ അയാളെ കുറിച്ചുള്ള ചിന്ത അങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു രാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോ, അയ്യോ ഇയാൾ ആരാണ്? രാജാവാണ്. ആ രാജാവെന്ന് ഈ രാജ്യത്തിലെ മൊത്തം അധികാരാണ്. എന്റെ വീട്ടിലെ ഭക്ഷണം അടക്കം വിലക്കാൻ ഈ രാജാവിന് ഇപ്പൊ അധികാരമുണ്ട്. എന്റെ മക്കളെ ജയിലിലാക്കാൻ അധികാരമുണ്ട്. സൈന്യം ഇദ്ദേഹത്തിന്റെ അധികാരത്തിലാണ്. അപ്പൊ ആ രാജ്യത്ത് എന്റെ ജോലി ഇദ്ദേഹത്തിന്റെ അധികാരത്തിലാണ്. ജോലി ഇല്ലാതാക്കാൻ എല്ലാം ഇദ്ദേഹത്തിന്റെ അധികാരത്തിലാണ് ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. ആ ചിന്ത കാരണം നമ്മളെ മനസ്സങ്ങ് പേടിച്ചിട്ട് എന്തോ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ അത് വരാത്തത്?
നമുക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹ് ആരാണ്? അള്ളാഹിനെ കുറിച്ച് അറിവ് എവിടേക്കോ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു അറിവ് വരുന്നില്ല. ഈ അള്ളയാണ് എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരേണ്ടത്. എന്റെ രോഗമുണ്ടെങ്കിൽ രോഗശമനം തരേണ്ട അള്ളയാണ്. ജോലി ഇല്ലെങ്കിൽ ജോലി തരേണ്ടവൻ അള്ളയാണ്. എന്തുവരെ ഞാൻ എടുക്കുന്ന അടുത്ത ശ്വാസം വരെ അള്ളാന്റെ ഇതിലാണ് ഞാൻ എടുക്കുന്നത്. നെക്സ്റ്റ് ശ്വാസം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അള്ളാന്റെ അടുത്ത് എന്റെ ജീവൻ. അത്രക്കും ഞാൻ കടപ്പെട്ട ആ രാജാവിന്റെ പോലെ ഒന്നല്ല, അതിനേക്കാളും എത്രയോ പ്രതാപവാനാണ് റബ്ബ് എന്ന് പറയുന്നത്. ആ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഹുഷൂ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിൽക്കുമ്പോ ആ അള്ളാഹ് എന്നെ നോക്കുന്നുണ്ട് എന്നുള്ള നിസ്കാരം, ആ ഒരു നിസ്കാരത്തിലാണ് ശരിക്കും നമുക്ക് ഹുഷൂ ഉണ്ടാകുന്നത്. ഈ ഹുഷൂ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത് അവർക്ക് നമസ്കാരം എന്ന് പറയുന്നത് വെറും ഒരു ഭാരമാണ്, ബേർഡനാണ്. അതായത് ഇപ്പോ നമസ്കരിക്കണല്ലോ എന്നുള്ളൊരു ഭാരമായിട്ട് നമസ്കാരത്തെ അവർ കാണാം. ശരിക്കും അത് ഹുഷൂ കിട്ടുന്ന ആളുകൾ അതൊരു പാഷനായിട്ടാ കാണാം. അവർക്ക് ഇഷ്ടമായിരിക്കും നിസ്കരിക്കുന്നത്. കാരണം പ്രവാചകനൊക്കെ നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് പ്രവാചകനൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ആയിഷ ബീവിയോട് പറയും, ആയിഷ ഞാനൊന്ന് നിസ്കരിക്കട്ടെ, നമുക്ക് ഒരു ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പോകുന്ന പോലെ നിസ്കരിക്കാൻ പോവുക പ്രവാചകൻ. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തോ ഒരു ത്രില്ലായിരിക്കും, അതുപോലെയാണ് ചെയ്യുക. പക്ഷെ നമുക്കൊക്കെ നമസ്കാരം എന്താണ്? ഒരു ഭാരാണ്. ഇനിയിപ്പോ നിസ്കരിക്കണ്ടേ, വീട്ടിൽ ചെന്നാ നിസ്കരിക്കണ്ടേ, പുറത്തു പോയാൽ നിസ്കാരം ഉണ്ടല്ലോ, ഇങ്ങനെ നമസ്കാരത്തെ തന്നെ ഒരു ഇഷ്ടമല്ലാതെ അതൊരു കഴിച്ചു കൂട്ടുന്ന രീതിയിൽ നമ്മളെ മനസ്സ് തന്നെ നമുക്കാർക്ക് നമസ്കാരത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ ഇതുവരെ ഞാൻ പറഞ്ഞത് നമസ്കാരത്തിലെ ഖുശൂവിന്റെ പ്രാധാന്യമാണ് കേട്ടോ. ഖുശൂ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെയാ ഖുശൂ, ഈ ഖുശൂ സ്വർഗത്തിലെ സ്ഥാനം ഒരാൾക്ക് അറിയണമെങ്കിൽ അയാളുടെ മനസ്സിലെ ഖുശൂ, നിസ്കാരത്തിലെ ഖുശൂ നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞ ഖുശൂവിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമസ്കാരത്തിന് ലക്ഷ്യം, എന്തിനാണ് നിസ്കരിക്കുന്നത്? നമ്മൾ നിസ്കാരം കൊണ്ടൊരു അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം അശ്ലീലതയും അശ്ലീലത്തിലും തിന്മയിൽ നിന്ന് നമ്മളെ തടയുന്നു. അതായത് നമ്മൾ നമസ്കരിക്കുന്ന, അതായത് നിസ്കാരം എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ഫഹ്ശ എന്ന മുൻകറിൽ നിന്ന് നമ്മളെ തടയണം. അശ്ലീലവും തിന്മയൊക്കെ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആയി മാറും എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ആകുന്നില്ലെങ്കിൽ നിസ്കാരം ശരിയാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്താല് ഇപ്പോ എന്താ പറയാ, നമ്മളൊരു ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തീരുക എന്നുള്ളത് അതിന്റെ ഒരു ഘടകമാണ് അല്ലെ, വിശപ്പ് തീരുക എന്നുള്ളത്. പക്ഷെ നമുക്ക് വിശപ്പ് തീരുന്നില്ല. ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വിശപ്പ് തീരുന്നില്ല. എന്താണ് അതിന്റെ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്, എവിടെയോ പ്രശ്നമുണ്ട്. കാരണം പ്രകൃതി നിയമം വെച്ചിട്ട് വിശന്നാൽ ദാഹിച്ച വെള്ളം കുടിച്ചാൽ ദാഹം തീരണം, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് തീരണം. പക്ഷെ അത് ആകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ നമ്മൾ ചെയ്യുന്നതിൽ എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വയറിന് എന്തോ പ്രോബ്ലം ഉണ്ട് അല്ലെ. അപ്പോ ഇതും നമസ്കരിക്കുന്നവനെ ഈ അശ്ലീലത്തും തിന്മയിൽ നിന്ന് അവൻ തടയപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അങ്ങനെ ആകുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഒരാൾക്ക് തിന്മ ചെയ്യാൻ പോകുമ്പോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും തടച്ചിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം നമ്മുടെ നമസ്കാരം എവിടേക്കോ അള്ളാഹുവിന്റെ സ്വീകാര്യമാകുന്നുണ്ട്. അതായത് ഒരു പണ്ഡിതൻ പറഞ്ഞത്, അതായത് നിങ്ങളുടെ നമസ്കാരം സ്വീകാര്യമാകുന്നുണ്ടോ എന്നതിന്റെ ഒരു ലക്ഷണമാണ് നമുക്ക് തിന്മ ചെയ്യാൻ പോകുമ്പോൾ ഒരു തടച്ചിൽ വരിക. അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ റബ്ബേ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാനിതിന്ന് പിന്തിരിഞ്ഞു പോണല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് തന്നെ വരികയും അതിൽ നമ്മൾ തിരിഞ്ഞു പോവാൻ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ എവിടേക്കോ അൽഹംദുലില്ലാഹ് നമസ്കാരം സ്വീകരിക്കപ്പെടുന്നുണ്ടതാണ്. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമസ്കാരം പിശാചിനെ നമ്മിൽ നിന്ന് തടയുന്ന ഒരു ഷീൽഡാണ്, ഒരു പരിചയാണ്. അപ്പൊ ഈ പിശാച് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമസ്കാരം നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം മുഅ്മിനോട് വന്നിട്ട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യൂല, അതായത് നിസ്കരിക്കാതിരിക്കുന്ന പ്രാക്ടിക്കൽ ആക്കൂല. അപ്പൊ പിശാചിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം നിസ്കാരത്തെ വൈകിപ്പിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, മാറ്റി 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 ളുഹറൊക്കെ ഏത് വരെ എത്തും എന്നറിയാം? അസർ വരെ. അസറിന് ചില ആളുകൾ നിസ്കരിക്കുന്നത്
ഒരു ഒതുവുമ്മ 2 നിസ്കാരം കഴിക്കുന്നവരുണ്ട്. അതായത് ഒരു നിസ്കാര കുപ്പായം ഒതു എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അസറും കൂടി ളുഹ്ർ നിസ്കരിച്ച നിസ്കാരം അസറും നിസ്കരിച്ചിട്ടേ കഴിച്ചിടുള്ളൂ. നാട്ടിൽ ഒരുപാട് ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവര് നിസ്കരിക്കാൻ 3:30 സമയത്ത് ളുഹ്റാക്കും. അപ്പൊ ഒരു 4 മണിക്ക് ബാങ്ക് കൊടുത്താൽ കുറച്ചേരം നിസ്കാരം അപ്പൊ അതിലിരുന്നാൽ എന്താവും, 4 മണിയാകുമ്പോ അസർ നിസ്കരിച്ച് കഴിച്ചിട്ടാ മതി. ഇതൊക്കെ ആരോടാ ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിനെ പറ്റിക്കുകയാണോ? പടച്ചോനെ പറ്റിക്കുകയാണോ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ തന്നെ ചതിക്കുകയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ അള്ളാഹുവിനെ പറ്റിക്കുകയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് നിസ്കാരം നിസ്കരിച്ചാൽ കഴിഞ്ഞ് നമ്മളെ പണി കഴിഞ്ഞ്. ഇതുപോലെ ചെയ്യുന്നവർ, അതായത് ആദ്യം പിശാച് ചെയ്യുന്നത് നിസ്കാരത്തെ വൈകിപ്പിച്ച് ഈ പണി കഴിയട്ടെ, ആ പണി കഴിയട്ടെ, ഇന്നതും കൂടി കഴിയട്ടെ, അതും കൂടി കഴിയട്ടെ. അപ്പോഴേക്കും സമയം അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ പറയും, പിന്നെ നമുക്കതൊരു ഭാരമാകും. നിസ്കരിച്ചിട്ടില്ലല്ലോ, അത് കഴിയണല്ലോ, ഇങ്ങനെ ഒരു ഭാരമായിട്ട് അതിനെ ശ്രമിക്കും. പിന്നെ അത് എന്താവും, കഴിയും തോറും അതിനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനായി മാറും എന്നാ പറയുന്നത്. അപ്പൊ പിശാചിനെ പിന്നെ നിസ്കരിക്കാത്ത ഒരാളെ പിശാചിനെ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. നിസ്കരിക്കാത്ത ഒരാളെ നമ്മളൊരു മുസ്ലിമിനെ ബേസിക് ക്വാളിറ്റിയാണ് നിസ്കരിക്കുക എന്നുള്ളത്. നിസ്കരിക്കാത്ത ഒരാളെ പിന്നെ നമുക്ക് നന്നാക്കി എടുക്കാൻ നല്ല പാടാണ്. അപ്പൊ നിങ്ങൾ കല്യാണമൊക്കെ നോക്കുമ്പോ നിസ്കരിക്കാത്ത ഒരാളെ കല്യാണം കഴിച്ചിട്ട് നന്നാക്കാന്ന് വിചാരിക്കുന്നതിന്റെ വെറുതെയാണ്. അത് വെറുതെയാണ്. അയാളുടെ ഹൃദയത്തിൽ എവിടെ നിന്നൊക്കെയോ അള്ളയും പോയി, ആ ഒരു ഒബ്ലിഗേഷൻ തന്നെ പോയി. നിസ്കാരം എന്ന് പറഞ്ഞ ഒരു സാധനം അത് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. പക്ഷെ നിസ്കരിക്കുന്ന ഒരാളെ നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള തിന്മകളിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പൊ അതാണ് നിസ്കാരം പോയാൽ പിന്നെ പിശാചിന്റെ അടിമയായി മാറാണ്. പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ്, 5 നേരം നമസ്കരിക്കുന്നവർ 5 നേരം കുളിക്കുന്നവരെ പോലെയാണ്. അതായത് 5 നേരം അയാളുടെ ശരീരത്തിൽ ഒന്നും ബാക്കിയാവില്ലല്ലോ. 5 നേരം കുളിക്കുന്ന ഒരാളുടെ കാര്യം എങ്ങനെയാ, അയാളുടെ സ്കിൻ തന്നെ അല്ലെ അത്രയും ക്ലീൻ ആയിരിക്കും, ഒരു മണം പോലെ ആൾക്കുണ്ട്. അതുപോലെയാണ് 5 നേരം നിസ്കരിക്കുന്ന ഒരാളെ മേലെ ശരിയായ നിസ്കാരമാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്ന നിസ്കാരമാണ്, അയാളെ മേൽക്ക് പിന്നെ ഒരു മാലിന്യം ഉണ്ടാവില്ല. ആത്മീയമായി അയാൾ വളരെ ശുദ്ധമായിരിക്കും. അതുപോലെ തന്നെ ഈ നമസ്കാരം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമസ്കാരം 5 നേരത്താക്കി വെച്ചത് ആ 5 നേരത്തെ, ഇപ്പൊ സുബഹി ടു ലുഹർ, ലുഹർ ടു അസർ, അസർ ടു മഗ്രിബ്, മഗ്രിബ് ടു ഇശ, ഈ 5 ദിവസം നമ്മൾ രാവിലെ എണീച്ച മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഒരു ഇടവിട്ട കറക്റ്റ് ആ ഒരു സമയ ബന്ധിതമായിട്ടുള്ള നിസ്കാരം വെച്ചത്, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഭൗതികമായ ജീവിതത്തിലേക്ക് പോകുമ്പോ അവിടെ ഒരു തെറ്റ് വരാതിരിക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾ എന്തെങ്കിലും തെറ്റിൽ, ഇപ്പൊ ലുഹുർ നിസ്കരിപ്പോ, അതായത് ഇപ്പൊ നമ്മൾ സുബൈ കഴിഞ്ഞാലാണ് കുറച്ചധികം ഒരു ഗ്യാപ്പ് ഉള്ളത് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറെ പരദൂഷണത്തിൽ ഏർപ്പെട്ട് നമുക്കൊരു ബോധമില്ലാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ലുഹുറിന് അല്ലാഹ് വിളിക്കുന്നു, ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാ, ബാങ്ക് കൊടുക്കും, നിസ്കാരത്തിലേക്ക് വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് വാ, നിങ്ങൾ സംസാരിച്ചിരിക്കല്ലേ എന്ന് വിളിച്ചു പോയി അള്ളാഹുലേക്ക് കുമ്പിടുന്നതോടുകൂടി എന്താണ്, നമ്മൾ അള്ളാഹിനോട് പറയാണ്, പഠിച്ചോനെ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, പിന്നെ പ്രാർത്ഥിക്കുകയാണ്, എന്നോട് പൊറുക്കണേ. ഇപ്പൊ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മളോട് വഴിതെറ്റിപ്പോയി, നമ്മൾ തെറ്റിപ്പോയി ഫജറിന്റെ ലുഹറിന്റെ. അപ്പൊ പിന്നെ അള്ളാഹിനോട് പറയണം, അള്ളാഹ് എനിക്ക് പുറത്തു തരണേ. അള്ളാഹും അല്ലെ റബ്ബി ഫിർലി വർഹംനി വജ്ബുർനി എന്നൊക്കെ പറഞ്ഞ ഓരോന്നിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എന്തോരം അർത്ഥവത്തായ വാക്കുകളാണെന്നറിയോ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ശുദ്ധരായി വരികയാണ് നിസ്കാരത്തിൽ, ഇനി ഞാനൊരു തെറ്റും ചെയ്യൂല. അപ്പോഴേക്കും അത് അസറിന്റെ ഒരു ഗ്യാപ്പിലേക്ക് വീണ്ടും തെറ്റ്, കുട്ടികളെ 2 ചീത്ത പറയുന്നു, കുട്ടികളോട് ദേഷ്യം പിടിക്കുന്നു, അക്ഷമ കാണിക്കുന്നു, വീണ്ടും അള്ളാഹ് വിളിക്കണം, ഹയ്യാൽ അസ്സലാ ഹയ്യാൽ ഫലാ, വാ നിസ്കാരത്തേക്ക് വാ, നീ അവിടെ നിന്ന് തെറ്റിൽ ഇതാവില്ല, പിന്നെയും പോകുന്നു, പിന്നെ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹ് നമ്മളെ ഈ ഇതിന് തടയാൻ വേണ്ടി 5 കറക്റ്റ് സമയത്ത് ഇങ്ങനെ വെച്ചിട്ട്, അത് ആ നിസ്കാരം ശരിക്കും എന്താവണം എന്നറിയോ, അതിന്റെ ഇടയിലുള്ള ഒരു ലൈറ്റ് ആവണം. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രകാശം, ആ പ്രകാശം ലുഹറാകുന്ന പ്രകാശവും അസറാകുന്ന പ്രകാശവും നമ്മുടെ അതിന്റെ ഇടയിലുള്ള ആ ഒരു ഭൗതികമായ ജീവിതത്തിലേക്ക് പ്രകാശം കിട്ടണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ഫജറിനാകുന്ന ലൈറ്റ് ആകുന്ന വലിയ പ്രകാശവും ഈ ലുഹറാകുന്ന പ്രകാശം, അതിന്റെ ഇടയിലുള്ള ഭൗതിക ജീവിതം ഉണ്ടല്ലോ, അതിലേക്ക് വലിയ പ്രകാശമായിട്ട് നമ്മൾക്ക് ഹിദായത്താകുന്ന പ്രകാശത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റണം ആ ഗ്യാപ്പില്. അതാണ് നിസ്കാരത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളിപ്പോ വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോ ആ പെട്രോൾ അടിച്ച പെട്രോൾ കൊണ്ട് എന്തോരം കിലോമീറ്ററുകൾക്ക് നമ്മൾ സഞ്ചരിക്കാൻ സാധിക്കുന്നു സുഖമായിട്ട്. പക്ഷെ നമ്മൾ രാവിലെ ഫജറിന് പിന്നെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ളുഹർ വരെ നമുക്ക് ഓടിയാലും കിലോമീറ്ററുകൾ ഫുൾ ടാങ്ക് അടിച്ചാൽ പറ്റും. അതുപോലെ ഈ നിസ്കാരം എന്ന് പറയുന്നത് റീചാർജിങ് ആവണം. നമ്മൾക്ക് പെട്രോൾ പോലെ അത് ആ ഒരു ളുഹർ വരെ ഓടാനുള്ള, അള്ളാന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കാനുള്ള ഒരു
എനർജിയായി മാറണം എന്നാണ് പറയുന്നത്. അതാണ് ശരിയായ നമസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് രണ്ടു തരം ആളുകളെ കാണാം. അതായത് ചില ആളുകള് നമസ്കരിക്കും, അവര് നിസ്കരിക്കും, പിന്നെ 5 നേരം കറക്റ്റ് നിസ്കരിക്കും. പക്ഷെ അവര് ജീവിതത്തിൽ ഇല്ലാത്ത തെറ്റുകൾ ഉണ്ടാവില്ല. പലിശ വാങ്ങുന്നുണ്ടാവും, കള്ളത്തരങ്ങൾ പറയുന്നുണ്ടാവും, എല്ലാ ചതികളിലും അദ്ദേഹം ഉണ്ടാകും, പൈസ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല, പിന്നെ ആർഭാടങ്ങളിൽ അയാൾ ഉണ്ടാവും, കല്യാണങ്ങളൊക്കെ ഭയങ്കര ആർഭാടമായിട്ട് അയാൾ നടത്തുന്നുണ്ടാകും. എന്നാൽ നിസ്കാരത്തിന് 5 നേരം പള്ളിയിലും ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതം മൊത്തം തിന്മകളാണ്. നിസ്കരിക്കും, പക്ഷെ ആ നിസ്കാരം, ഞാനിപ്പോ ഇതിന് മുന്നേ പറഞ്ഞില്ലേ, ആ നമസ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രകാശമാകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തരം ആളുകളുണ്ട്. രണ്ടാമതൊരാളുകളുണ്ട്, അവരെ ജീവിതം മുഴുവൻ നന്മ നിറഞ്ഞതാണ്. അവരാരെയും ദ്രോഹിക്കുകയില്ല, പരദൂഷണം പറയുകയില്ല, ആളുകളെ സഹായിക്കും, നല്ല മനുഷ്യരാണ്. പക്ഷെ ഒരു നേരം പോലും നിസ്കരിക്കൂല. ഒരു നേരം നിസ്കരിക്കൂല. അവർ ഭയങ്കര മനുഷ്യത്വമുള്ളവരാണ്, നന്മയെ ചെയ്യൂ, മാതാപിതാക്കളെ നന്നായിട്ട് നോക്കും, പക്ഷേ നിസ്കരിക്കൂല. പക്ഷെ ഈ ഒന്നാമത്തെ ആളുകൾ ഉണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളുകൾ മറ്റവരെ കുറിച്ച് പറയും, അയാൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഒരു നേരം കുമ്പിടുന്നില്ലല്ലോ എന്ന് പറയും. രണ്ടാമത്തെ ഇത് ഗുണം ഉണ്ടല്ലോ, നിസ്കരിക്കാത്ത ആളുകൾ, അവര് മറ്റവരെ കുറിച്ച് പറയും, അയാൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ഇത്രയും തിന്മ ചെയ്യുന്ന എന്താ കാര്യം. ഇങ്ങനെയാണ് അത് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും അങ്ങനെ തന്നെ ജീവിക്കുക. നിസ്കരിക്കാത്തവർ പറയും, നിസ്കരിക്കുന്നവർക്ക് വലിയ ഗുണങ്ങളൊന്നും കാണുന്നില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ നിസ്കരിക്കുന്നേ, ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നതാണ്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ടും മധ്യത്തിലാണ് സത്യവിശ്വാസിയുടെ ജീവിതം. അവൻ നിസ്കരിക്കുകയും ചെയ്യും, അവൻ നന്മ നിറഞ്ഞ ജീവിതവും അവൻ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതില് സൂറത്ത് മറിയത്തിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ പറയുന്നു, ഒരു കൂട്ടം ആളുകൾ വരും, ഒരു ജനറേഷന് ശേഷം വേറൊരു ജനറേഷൻ വരും. അവരെങ്ങനെയായിരിക്കും എന്ന് വെച്ചാല് അവരവരുടെ ദേഹേച്ഛകളെ പിന്തുടരും. അവരവരുടെ ദേഹേച്ഛകളുടെ പിന്തുടർന്നിട്ട് നമസ്കാരത്തെ അവര് പാഴാക്കുന്ന പറഞ്ഞെ, അതാഴൂന്നാ പറഞ്ഞെ, അല്ലാതെ തർക്കുസലാത്ത് എന്നല്ല. തറക്കാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നല്ല പറഞ്ഞെ. തറക്കാന്ന് പറഞ്ഞാൽ അവര് ഉപേക്ഷിക്കുന്നതാണ്. പക്ഷെ അതാഴു എന്ന് പറഞ്ഞാൽ പാഴാക്കുക എന്നാണ്. അതായത് അവർ നിസ്കാരത്തെ ഉപേക്ഷിക്കുക, അവരവര് ദേഹേച്ഛകളെ പിൻപറ്റി ജീവിതം മൊത്തം സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കും, പക്ഷെ നിസ്കരിക്കുകയും ചെയ്യും. ആ നിസ്കാരം പാഴ്വേലയാണെന്ന് മാത്രം. അവർ നിസ്കാരത്തെ ഉപേക്ഷിച്ചിട്ടില്ല, നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ അവർ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കുകയും ആ നിസ്കരിക്കുന്ന നിസ്കാരം വെറും പാഴ്വേലയായി മാറി. അതായത് ആ നിസ്കാരം അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും നൽകിയിട്ടില്ല എന്നുള്ള പോലെ ആ നിസ്കരിക്കാന്ന്. നമസ്കരിക്കുന്നവൾ ദേഹേച്ഛക്കനുസരിച്ച് ജീവിച്ചാൽ ആ നമസ്കാരം വെറും വ്യായാമമാണ്. അതായത് നമസ്കാരം കൊണ്ടൊരു ലക്ഷ്യമുണ്ടല്ലോ, ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് നേടുന്നില്ല, ആത്മാവും ഇല്ല, ഖുശൂഇല്ല, അത് വെറും ഒരു എക്സർസൈസ് ആയിട്ടേ കാണുന്നുള്ളൂ, വെറുതെയാണ് പാഴ്വന. ഒരു പണ്ഡിതന്, അതായത് ഇതിലൊരു എക്സാമ്പിൾ പറയുന്ന, ഒരു പണ്ഡിതൻ ഒരു പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയിൽ പോയ സന്ദർഭത്തിൽ അദ്ദേഹം കാണുകയാണ്, അവിടെ ഒരു ഗാംബ്ലിംഗ് സെന്റർ, അവിടെ ചൂതാട്ട കേന്ദ്രം എന്ന് പറയുന്ന അവിടെ ഒരു കേന്ദ്രമുണ്ട്. ഒരുപാട് ആളുകൾ ചൂതാട്ടം ഇസ്ലാമിൽ ഹറാമായ ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വരുന്ന ഒരു സെന്റർ ആണ്. പക്ഷേ അവിടെ ഒരു നിസ്കാര സ്ഥലമുണ്ട്. ആ നിസ്കാര സ്ഥലത്ത് പിന്നെ ആളുകൾ, മുസ്ലിംസ്, അതായത് എന്തിനാന്ന് വെച്ചാൽ അവിടെ വരുന്ന മുസ്ലിങ്ങൾക്ക് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാന്, ചൂതാട്ടത്തിൽ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാന്, നിസ്കരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം അവിടെ ഉണ്ട്. എത്ര ആഭാസം അല്ലെ, എന്തൊരു അതിന്റെയൊക്കെ ഒരു അർത്ഥങ്ങൾ നോക്കൂ. എന്തിനാണ് നിസ്കരിക്കുന്നത്, ആ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം, നിങ്ങൾ ആലോചിക്കുക. അതുപോലെയാണ് മനുഷ്യന്മാരിപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്കാരം വെറും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിന്റെ എന്തോ ഒരു കാര്യം മാത്രമായിട്ട് ചുരുങ്ങി പോയിട്ടാണ്. ഹുദൈഫ ബിൻ യമാൻ എന്ന സഹാബി പറയാണ്, ഖിയാമത്ത് നാളോട് അടുക്കുന്ന സമയത്ത് ദീനിൽ നിന്ന് ആദ്യമായി അപ്രത്യക്ഷമാകുന്ന ഒരു ക്വാളിറ്റിയാണ് ഖുശൂ. അതായത് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ ഖുശൂ നഷ്ടപ്പെടും. അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമാണ്. നിസ്കാരം ഉണ്ടാവും, ഖുശൂ ഇല്ലാത്ത നമസ്കാരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. പള്ളികൾ നിറഞ്ഞു കവിയും, പക്ഷെ ഖുശൂ ഉള്ളവർ വിരലിൽ എണ്ണാൻ മാത്രം. എത്ര സത്യാണ് ഇതെന്ന് ആലോചിച്ചു. ഇപ്പത്തെ പള്ളികളൊക്കെ, നമുക്ക് പള്ളികളിൽ സ്ഥലമില്ല, ഉള്ളു സ്ഥലമില്ലാത്ത പുറത്ത് റോഡുമ്മലൊക്കെയാണ് ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതിൽ. അത്രക്കും ആളുകൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഖുശൂ, ആ നിസ്കരിക്കുന്ന 10,000-ങ്ങളിൽ
ഓരോരുത്തരും ബാഹ്യമായി ചെയ്യുന്നത് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കൈകെട്ടുന്നു, റുക്കു പോകുന്നു, സുജൂദ് ചെയ്യുന്നു. പക്ഷേ ഓരോരുത്തരുടെ ഹൃദയവും എത്ര വ്യത്യാസം ഉണ്ടെന്നറിയോ? ചില ആളുകൾ മുഴുവൻ അള്ളാഹിലാണെങ്കിൽ ചില ആളുകൾ മുഴുവൻ ഭൗതിക ചിന്തയിലാണ്. ചില ആളുകൾ ഫൈറ്റിംഗ് ആണ്. ഞാൻ ഇതിന്റെ അവസാനം പറയാം. 5 തരം നമസ്കാരമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഖിയാമത്തിന്റെ ഒരു ലക്ഷണം. ഒരു ഇത് ഖുശൂ ഉള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതാണ് ഖുശൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് അവസാനത്തെ ടോപ്പിക്ക് നമ്മുടെ നമസ്കാരം. സമയമാവാനായി. നമ്മുടെ നമസ്കാരം, അതിന്റെ കുറവുകൾ, പരിഹാര മാർഗങ്ങൾ. അതിലേറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയബന്ധിതമാണ് നമസ്കാരം എന്നുള്ളതാണ്. സഹോദരിമാരോട് പള്ളിയിൽ പോകുന്ന ആണുങ്ങളോട് ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് അവർ നിസ്കാരം കിട്ടും. അതിൽ അവർക്ക് മാർക്ക് പോവുകയില്ല അള്ളാന്റെ മുന്നിൽ. അവർ കൃത്യസമയത്ത് ഇമാമിന്റെ ഒപ്പം അവിടെ എത്തുക എന്ന് പറയുന്നത് വളരെയധികം വർക്കത്തുള്ള കാര്യമാണ്. പക്ഷെ സ്ത്രീകൾക്ക് അള്ള ഒരു ഇളവ് കൊടുത്തതാണ്. നിങ്ങൾ പള്ളിയിലൊന്നും പോണ്ട, കുട്ടികൾ ഉണ്ടാവും, വീട്ടിൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും, നിങ്ങൾ അത്ര പ്രയാസപ്പെടണ്ട. അള്ളാന്റെ കാരുണ്യവാനായ റബ്ബ് കാരുണ്യത്തോടുകൂടി നമുക്കൊരു നിയമം എളുപ്പാക്കി തന്നപ്പോ നമ്മളത് എത്ര അവഗണനയോട് കൂടിയാ കാണുന്നെന്നറിയോ? എല്ലാ പണിയും കഴിച്ചിട്ട് ലാസ്റ്റാണ് നിസ്കരിക്കുക. സമയബന്ധിതം ഞാൻ പറയാം. ഇവിടെ ചായന്റെ ഒരു കപ്പ് കാണിച്ചത് കണ്ടോ? എന്തിനാണ് ഈ ചായ? ഈ ചായ ഒരു ആവി പോകുന്നത് കണ്ടില്ല നിങ്ങൾ? ആ ചൂടുള്ള ചായ കുടിക്കുന്നതും തണുത്ത ചായ കുടിക്കുന്നതും എത്ര വ്യത്യാസമാണ്. നിങ്ങൾ ചായ ആ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ പാർന്ന് അത് അപ്പൊ തന്നെ കുടിക്കുന്ന ഒരു ഫീലും, 1 മണിക്കൂർ അവിടെ പാർന്ന് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചാലുള്ള വ്യത്യാസം എത്രയാണ്. ഇതിലിപ്പോ ചായ ഇഷ്ടമുള്ള ആളുകളോട് പറയുമ്പോൾ അത് ഭയങ്കര ഫീലായിട്ട് അവർക്ക് തോന്നും. ചൂടുള്ള ചായ കുടിച്ചാൽ അവർക്കൊരു ഉന്മേഷം കിട്ടും. തലവേദന ഉണ്ടെങ്കിൽ തലവേദന പോകും. അതൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിലുള്ള ഹീറ്റാകുന്ന എനർജിയാണ് അവിടെ. 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. അത് വെറും ഒരു വെള്ളമാണ്. തണുത്ത കുറച്ച് പാലൊഴിച്ച ഒരു പൊടിയിട്ട ഒരു വെള്ളം മാത്രമാണത്. അത് ചായയുടെ ഫീലിംഗ് അതിന് കിട്ടുന്നില്ല. അപ്പൊ ഒരു സാധനം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സമയത്ത് ചെയ്യാന്നുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയോ? ഒരു കാര്യം അത് സമയം കഴിഞ്ഞ് ചെയ്ത ആർക്കും വേണ്ട. നിങ്ങളൊരു ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഗസ്റ്റ് വരുന്ന 1 മണിക്കൂർ മുന്നേ ചായ ഉണ്ടാക്കി ഫ്ലാസ്ക് പാരാണ്ട് അവിടെ പാർന്ന് വെച്ച് നോക്കിയേ, ആർക്ക് വേണ ചായ? ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല സമയമുണ്ട്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണാണ്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ മക്കളെ പറഞ്ഞേക്കും, ബസ് അവിടെ നിൽക്കുമ്പോ ആ ബസ് വരുമ്പം തന്നെ നമ്മൾ റെഡി ആയിട്ട് അവിടെ എത്തണം. സമയബന്ധിതമായിരിക്കണം. അല്ലെങ്കിൽ ബസ് അതിന്റെ പാട്ടിന് പോകും, നമ്മൾ പിന്നെ അന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യം നോക്കിയാലും സമയബന്ധിതമായിട്ട് ചെയ്യുന്നാലേ അതിന് വിജയം ഉണ്ടാവുള്ളൂ, അതിന്റെ ഫലവത്താവുള്ളൂ. അപ്പൊ നമസ്കാരത്തെ നമ്മൾ ഒരിക്കലും സമയം നീട്ടിവെച്ച് അതിന്റെ ക്വാളിറ്റി ഇപ്പൊ നിങ്ങൾ ഞാൻ പറയട്ടെ ഒരു കാര്യം സത്യം പറയുകയാണെങ്കിൽ, ഖുശൂ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നെങ്കിൽ അതിനൊരു വാല്യൂ കുറയും, ഉറപ്പ്. കാരണം വെച്ചാൽ അവ്വല് വക്തിൽ നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാന്ന് വെച്ചാൽ അവ്വല് വക്തിലുള്ള നിസ്കാരാണ്. ആ കൃത്യസമയത്തുള്ള നിസ്കാരം. അതെന്ന് വെച്ചാൽ അള്ളാഹ് വിളിച്ച ഉടനെ പോവാണ് നമ്മള്. ഹയ്യാല സലാ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോ നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അള്ളാഹുലേക്ക് പോവാണ്. എന്തോ ഒരു ഇഷ്ടമായിരിക്കും നമ്മൾ അള്ളാഹുവിനെ ഒന്ന് ആലോചിക്കും. നമ്മൾ വിളിച്ച ഉടനെ നമ്മൾ നോക്കുകയാണ്, ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവള് ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് കേട്ടിട്ടുണ്ട്. ബാങ്ക് കേട്ടിട്ട് ഇവൾക്ക് എന്താ പണി? അടുക്കള ഒന്ന് ക്ലീൻ ആക്കുക, അവിടെ പച്ചക്കറി മുറിച്ചിടുക, ബാത്റൂമിൽ ഒന്ന് പോവുക, ബാത്റൂം ഒന്ന് കഴുകുക. ഇങ്ങനെ സമയം അള്ളാഹ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നേരെ മറിച്ച് ഒരു നല്ല വിശ്വാസിയായ ഒരു സ്ത്രീ, അവൾ ബാങ്ക് കേൾക്കുന്നു, അതാ ബാങ്ക് കേട്ടു, ബാങ്ക് കൊടുത്തു, ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റി നിസ്കരിച്ചിട്ട് വരട്ടെ, ബാക്കി എന്റെ പണി ചെയ്യാം എന്ന് പറയുമ്പോ അവിടെ അള്ളാഹ് നമുക്ക് അപ്പൊ തന്നെ അവിടെ മാർക്കിടാണ്. എന്റെ ആ നിസ്കാരത്തെ ഇവൾ എത്ര പ്രാധാന്യത്തോടെയാ കണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ആ മനസ്സിന്റെ ഒരു അള്ളാഹിനോടുള്ള ഒരു ഇതുണ്ടല്ലോ, ആ വിളിച്ചപ്പോ തന്നെ എന്നിലേക്ക് വരാനുള്ള അവരുടെ മനസ്സാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടത്. ആ അവ്വല് വക്തിൽ നിസ്കാരം എന്ന് പറയുന്നത് അതാണ്. മറ്റത് നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളെല്ലാം കഴിച്ചിട്ട് പിന്നെ അള്ളാഹ് വിളിക്കുമ്പോ എത്രയോ മുന്നേ വിളിച്ച നമ്മൾ അള്ളാഹ് പിന്നെ പോകുമ്പോ എത്ര ഖുശൂല് നിസ്കരിച്ചാലും അതിനൊരു വിലക്കുറവ് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം ചായ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ആ ചോദിച്ച സമയത്ത് കൊടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിങ്ങൾക്ക് അറിയാലോ,
ഒരാൾക്ക് ദാനം ചെയ്യുന്നതിനെക്കാട്ടിലും പ്രതിഫലം എന്താന്ന് വെച്ചാൽ കടം കൊടുക്കുന്നതിനാ. കാരണം എന്താന്ന് വെച്ചാല് കടം കൊടുക്കുമ്പോ അയാൾ അത്യാവശ്യ ഘട്ടത്തിലാണ് നമ്മളോട് അത് ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് ആ ആവശ്യ ഘട്ടത്തിൽ അത് കൊടുക്കുന്നതിനെക്കാട്ടിലും അതാണ് ഏറ്റവും വലിയ ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ളത്. മറ്റേന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യം അധികം പണം ആവുമ്പോ കൊടുക്കണം. അയാൾക്ക് അന്നേരം അതിന് ആവശ്യമുണ്ടല്ലോ നമുക്കറിയില്ല. പക്ഷെ നമ്മളാണ് അവിടെ, നമ്മൾക്കാണ് പ്രാധാന്യം. നമ്മളെല്ലാം കഴിഞ്ഞ് ബാലൻസ് ഉള്ള സമയത്ത് ദാനം ചെയ്തു. മറ്റേത് അങ്ങനെയല്ല, അയാളുടെ ആവശ്യഘട്ടത്തിലാണ് കുറച്ച് പൈസയാണ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ക്വാളിറ്റിയാണ് അതിന്. അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ ഈ നമസ്കാരത്തിന് കൃത്യസമയത്തിന് ഞാൻ പറയും, ഈ ഫിഖ്ഹിൽ നോക്കുകയാണെങ്കിൽ നമസ്കാരത്തിന് 3 കാര്യങ്ങളിലാണ് നമുക്ക് നീട്ടിവെക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഇളവ് തന്നിട്ടില്ല. ചില ആളുകൾ പറയുന്നേക്ക, നിസ്കരിച്ച് സുബഹി കളായിപ്പോയി. എത്ര സിമ്പിൾ ആയിട്ട് അവരത് പറയാന്നറിയോ? ഇവിടെയൊക്കെ ഖത്തറിലൊക്കെ വെള്ളിയാഴ്ചകളിൽ അധിക പേർക്കും നിസ്കാരം കളാവും, സുബഹി നമസ്കാരം. കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂൾക്ക് ബസ് വരും, അതുകൊണ്ട് അവർക്ക് എഴുന്നേൽക്കണം, മക്കളെ പറഞ്ഞയക്കണം, നിസ്കരിക്കും, സ്വാഭാവികം. അവിടെ പ്രാധാന്യം കൊടുത്ത് എന്തിനാ? അപ്പൊ വെള്ളിയാഴ്ച മാത്രം എന്തേ കളായി പോകുന്നത്? എന്തേ എഴുന്നേറ്റുമ്പോ നിസ്കരിച്ചത്? നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റില്ലേ? അപ്പൊ ആ ബാക്കി 5 ദിവസം ആർക്കാ പ്രാധാന്യം കൊടുത്തത്? ഭൗതികതക്കോ അള്ളാഹുവിനോ? ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കൂ എന്ന് പറയുന്നതാണ്. ഹൃദയമാണ് നമ്മുടെ എല്ലാത്തിന്റെയും തുടക്കം. അപ്പൊ ഇവിടെ 3 ഇതിലാണ് നമുക്ക് ഇതുള്ളത്. ഒന്ന് മറവി സംഭവിച്ചാല് നമുക്ക് ഓക്കെ, അള്ളാഹ് പുറത്തു തരാം. മറവി എന്ന് പറയുന്നത് അങ്ങനത്തെ മറവി ഉണ്ടാവും. ചിലപ്പോ നമ്മളൊരു ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് ആളെടുത്ത് കൊണ്ടുപോകുന്നു, അസറിന്റെ നേരത്താൻ ചിലപ്പോ നമുക്കൊരു മരിച്ച പോലെ മറന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ മരിച്ച പോലെ മറന്നതാണെന്ന് ആരോട് പറഞ്ഞാലും അള്ളാഹ്ക്ക് അറിയാം ഞാൻ ശരിക്കും മറന്നതാണോ അല്ലയോ എന്നുള്ളത്. അള്ളാഹിനെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോ ഞാൻ ശരിക്കും മറന്നതാണോ അതോ അല്ലേ നീട്ടിവെച്ചതോ, ഇതൊക്കെ അള്ളാഹ് ഓൾറെഡി ജഡ്ജ് ചെയ്തു, ഹൃദയം കണ്ടു. അപ്പോ അങ്ങനെ മറവി സംഭവിച്ചാൽ നമുക്ക് നീട്ടിവെക്കാം. ഉറങ്ങിപ്പോയാൽ ഓക്കെ, അത് അങ്ങനെ എല്ലാ ഫജ്റും ഉറങ്ങലല്ല ഈ പറയുന്നത്. ചില ആൾക്കാർക്ക് ഒരു ഭയങ്കര വീക്ക്നെസ് ആയിട്ട് ഉറക്കമുണ്ടാവും, അത് അവർക്കാണ് പറയുന്നത്. പിന്നെ വലിയ എന്തെങ്കിലും തിരക്കിൽ പെട്ടാൽ നമുക്ക് എന്താക്കാം, നിസ്കാരം അങ്ങനെ കുറച്ച് നീട്ടിവെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഫിഖ്ഹിൽ നിസ്കാരം നീട്ടിവെക്കാനും നമ്മൾക്ക് പുറത്തു തരാനും കളാ വീട്ടാനും ഒക്കെ അനുവാദം. കളാ വീട്ടുക എന്ന് നിർവഹിച്ച് വീട്ടുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മറന്നുപോയ നിസ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ നിസ്കരിക്കണം എന്നാണ് ആ നിസ്കാരം. അതുപോലെയാണ് ഫജ്ർ, നമ്മൾ അന്ന് വൈകിപ്പോയാൽ അത് പിന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ട് നമുക്ക് ഫജ്ർ നിസ്കരിച്ചിട്ടില്ല, അപ്പൊ അത് വീട്ടുക. അതെന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. കാരണം അള്ളാഹ് 5 നേരത്തെ നിസ്കാരം ഫർളാണ്. അപ്പൊ അതുകൊണ്ട് അത് വീട്ടലാണത്. അപ്പൊ അത് ഏതുപോലെ എന്ന് വെച്ചാൽ നമസ്കാരത്തെ വൈകിച്ച ഡോക്ടർ മരുന്ന് തന്നാൽ എല്ലാ മരുന്നും ഒരു കൂട്ടി അസറും ളുഹറും ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ച് നിസ്കരിക്കുന്ന പോലെ ഈ ഗുളികകൾ എന്തേ നമ്മളാരും കൂട്ടി കുടിക്കാത്തത്? രാവിലെ ഒന്ന് ഉച്ചക്കൊന്നും തന്നു, എന്തേ നമ്മൾ രാവിലത്തെ അങ്ങ് ളുഹറിന് ഒരു നേരം ഗ്ലാസ്സിൽ വെള്ളം ഒരു നേരം എടുത്താൽ പോരെ? ഒരു നേരം അതിനെപ്പറ്റി പാക്കറ്റിൽ നിന്ന് ഗുളിക ഒരു നേരം എടുത്താൽ പോരെ? നല്ല സുഖമല്ലേ? ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ കുടിച്ചാൽ പോരെ? അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെ ഫലം എന്താ? നമുക്ക് നഷ്ടം, ഡോക്ടർക്ക് ഒരു നഷ്ടവും ഇല്ല. അതിന്റെ റിസൾട്ട് വേറെയാണ്. ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട്. അതുപോലെ വേറെ ഈ അസർ നമസ്കാരത്തെ കുറിച്ചും ഫജ്ർ നമസ്കാരത്തെ കുറിച്ചും വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം പറയുന്നത്. അതായത് ഒരാള് 2 നമസ്കാരങ്ങൾ നമസ്കരിച്ച ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത് അസറും ഫജ്റും ആണ് പറയുന്നത്. അസറും ഫജ്റും ആണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തുകൊണ്ട് അസറിനും ഫജ്റിനും ഇത്ര പ്രാധാന്യം വെച്ചാൽ, ഫജ്ർ ഒരുവിധ ആളുകൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഫജ്ർ, അത് സംശയമില്ല. പക്ഷെ അസർ ഇതുപോലെ തന്നെ ആളുകള് ജോലിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഒരു റെസ്റ്റിംഗ് മോഡാണ് ഈ അസറിന്റെ ടൈം എന്ന് പറയുന്നത് അല്ലെ? റെസ്റ്റിംഗ് മൂഡിലുണ്ടാവും എല്ലാവരും. അപ്പൊ അതൊന്ന് ചിലപ്പോ ഒന്ന് മയങ്ങിപ്പോയി ഒരുപാട് വൈകാൻ സാധ്യതയുള്ള നമസ്കാരമാണ് അസർ. അപ്പൊ ഈ അസറും ഫജ്റും ഒരാൾക്ക് എന്താ പറയാ ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല്, അയാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാല് എന്താണ്, അയാൾക്ക് സ്വർഗം കിട്ടുമെന്നാ പറയുന്നത്. എന്ന് വിചാരിച്ച് ബാക്കിയുള്ള 3 നിസ്കാരം നിസ്കരിക്കണ്ടെന്നല്ല പറയുന്നേ. ഇത് രണ്ടും കൃത്യസമയത്ത് കിട്ടുന്ന ഒരാൾക്ക് ബാക്കിയുള്ള 3 വളരെ സിമ്പിൾ ആണ്. അത് മഗ്‌രിബ് നേരത്ത് നിസ്കരിക്കാത്തവരാരും ഇല്ലല്ലേ? എല്ലാവരും ബാങ്ക് കൊടുത്ത് നിസ്കരിക്കും. അതുപോലത്തെ ളുഹറും ഒക്കെ. പക്ഷെ ഈ അസറും ഫജ്റും ഇങ്ങനെ ഒരു ഉറങ്ങിപ്പോയി പോവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അത് രണ്ടും കിട്ടിയ ആൾക്ക് സ്വർഗം കിട്ടി എന്ന് പറയുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട്, മാത്സും സയൻസും പാസ്സായാൽ രക്ഷപ്പെട്ടു എന്ന്. അല്ലെ? മാത്സും സയൻസും പാസ്സായാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ അതിന്റെ അർത്ഥം ഇംഗ്ലീഷും ബാക്കിയൊന്നും പഠിക്കണ്ടെന്നാ, സെക്കൻഡ് ലാംഗ്വേജും അല്ല. ഈ മാത്സും സയൻസും രക്ഷപ്പെട്ട ആൾക്ക് ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആണ്, അയാൾക്ക് അത് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുപോലെയാണ് ഇത് രണ്ടും സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്.
ഇനി നമസ്കാരത്തിന്റെ നിർത്താൻ പോവാണ്. 2 സ്ലൈഡും കൂടിയേ ഉള്ളൂ. അതായത് പിന്നെ നമസ്കാരം 5 തരാണ് ഉണ്ടാവുക. അപ്പൊ ഓരോരുത്തരും നമസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 5 തരത്തിലുള്ള നമസ്കാരമാണ് ഉള്ളതാണ്. അതായത് നമസ്കാരത്തിന്റെ ബാഹ്യ രൂപത്തെ നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് കാണുകയാണെങ്കിൽ പിന്നെ ഹാർഡ്വെയർ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അറിയാലോ അല്ലെ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാം റണ്ണിങ്ങിനാ പറയാ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ CPU, മോണിറ്റർ, കീബോർഡ് പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നമസ്കാരത്തെ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ള ഒതു കൊടുക്കുക, നമസ്കാരം കിബിലേക്ക് തിരിയാ, ഔറത്ത് മറക്കുക, അതുപോലെ ഷർത്തുകളൊക്കെ ബാഹ്യരൂപമായ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിന്റെ ഹുഷു ആണ്. ഇങ്ങനെ ഈ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ നമസ്കാരത്തെ ഓരോരുത്തരതും നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ 5 തരത്തിലുള്ള നമസ്കാരക്കാരെ കാണാം. ഒന്നാമത്തത് ഹാർഡ്വെയറെ പ്രോബ്ലം ആണ്, സോഫ്റ്റ്വെയറും കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. അതായത് അവർ ഒതു കൊടുക്കുന്നത് പോലും ശരിയല്ല. ഒതു കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് ചിന്ത, ചില അവയവങ്ങളിൽ വെള്ളം തട്ടില്ല, അവര് ഒരു വളരെ മനസ്സൊക്കെ എവിടെയോ ആയിട്ട് അങ്ങ് ഒരു ഒതു അങ്ങ് എടുക്കും. പക്ഷെ അതില് 50% ഓക്കെ ആയിരിക്കും, അത് ബാക്കിയൊക്കെ അല്ലേ. അതുപോലെ നിസ്കരിക്കാൻ നിന്ന കംപ്ലീറ്റ് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഭൗതിക ചിന്തകളാണ്, അള്ളാഹുമായിട്ട് ഓൺലൈനിലല്ല, ഒട്ടുമല്ല. അതാണ് ഏറ്റവും ലോ ക്വാളിറ്റി നമസ്കാരം. രണ്ടാമത്തത് ഹാർഡ്വെയർ ഒക്കെ ഓക്കെ, ഒതു ഒക്കെ കറക്റ്റ് ആണ്, എല്ലാം ഇതാണ്. പക്ഷേ നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ആള് ഏതോ ലോകത്തേക്ക് പോകും. അതായത് അള്ളാഹുവിലേക്കല്ല, ഭൗതികമായ ചിന്തകളിൽ പോയിട്ട് അവസാനം അവർക്ക് എന്താ പറയാ, സലാം വീട്ടുന്ന സമയത്താണ് ബോധം വരിക. ഞാനിപ്പോ അസറ നിസ്കരിച്ചത്, 4 നിസ്കരിച്ച, 3 നിസ്കരിച്ച, ഒന്നും ബോധം ഉണ്ടാവൂല. അത്രക്കും അവര് കെയർലെസ് ആണ് ഉള്ളില്. അപ്പൊ അവര് ഇത് ശരിക്കും ഒരു സ്വീകരിക്കോ ഇല്ലയോ അള്ളാഹു അലം. പക്ഷെ നമസ്കാരം ഇസ്ലാമില് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കർമ്മമായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഗ്രേ ഏരിയയിൽ ഇട്ട് പോവാൻ നമുക്ക് ആർക്കും ധൈര്യം പാടില്ല. ധൈര്യം അതായത് നമുക്കത് അങ്ങനെ ഗ്രേ ഏരിയയിൽ ഇടാൻ പറ്റിയ ഒരു കാര്യമല്ല നമസ്കാരം. വേറെ എന്തെങ്കിലും കർമ്മമാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം, ഇപ്പൊ സ്വീകരിച്ചില്ലേന്നാവോ എന്ന് പറയാം. പക്ഷെ നിസ്കാരം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവാത്ത ഒരു കർമ്മമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തതാണ് മിക്കവാറും നമ്മളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാർഡ്വെയർ എല്ലാം ഓക്കെയാണ്, ഒളു എല്ലാം എടുക്കുന്നു, എല്ലാം ഷർത്തും ഫർളും ഔറത്തും ഒക്കെ കറക്റ്റ്, കൈ കെട്ടുന്നു. കൈ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആണ്. അള്ളാഹുമായി കുറെ സമയം നമ്മൾ അള്ളാഹിനെ നോക്കുന്നുണ്ടെന്നും അള്ളാഹു കാണുന്നുണ്ടെന്നും ഞാൻ അള്ളാഹിന് മുന്നിലാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് പിശാച് വന്ന് നമ്മളെ കൊണ്ടുപോകും ഭൗതികമായ ചിന്തകളിലേക്ക്. അടുപ്പത്ത് ചോറിട്ടോ, ചോറ് വന്നോ, കുട്ടികൾ വരുന്നുണ്ട്, എന്താ ഉണ്ടാക്കുക, ഇതുപോലെ ഭൗതികമായ ചിന്തകളിലേക്ക് നമ്മൾ പോകും. പക്ഷെ വീണ്ടും നമ്മൾ ആ പിശാചുമായി ഫൈറ്റ് ചെയ്തിട്ട് വീണ്ടും നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഓൺലൈൻ ആവുന്നു, അള്ളാഹുമായി ഓൺലൈൻ ആവുന്നു, വീണ്ടും ഓഫ്ലൈൻ. അതുപോലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള നിസ്കാരമാണ് മൂന്നാമത്തെ നമസ്കാരം. അത് അതായത് നിസ്കാരം ഉടനീളം അവര് ജിഹാദിലാണ്. എന്ത് ജിഹാദിലാണ്? സ്വന്തത്തോട് പിശാചിനോട് പൊരുതുന്ന ജിഹാദിലാണ്. അപ്പൊ ഇത് നിരന്തര സംഘടനത്തിലായത് കൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അവർക്ക് ആ നിസ്കാരം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലൈക്ക് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോ നമ്മളെ മനസ്സില് വേറെന്തോ വിഷമമുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ചിന്ത നമുക്ക് ആ വിഷമത്തിലേക്ക് അങ്ങ് പോവും. ഇടക്ക് നമ്മൾ ഫുഡിലേക്ക് ചിന്ത വരും. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂലേ ആ ഫുഡ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഹോട്ടലിൽ ആ ഒരു മൂഡിലും ആ ഒരു ഫുഡിലും ആണെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൃദയം നമ്മൾ എവിടെയോ ആണ്, നമ്മളൊരു സാധനം കഴിക്കുന്ന ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇവര് നിസ്കാരത്തിൽ മൊത്തം ഈ ജിഹാദിലായതുകൊണ്ട് നിസ്കാരത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്തവരാണ്. പക്ഷെ അവര് നിരന്തര സങ്കടത്തിൽ ഒരു പക്ഷെ അള്ളാഹു സ്വീകരിച്ചേക്കാം. കാരണം അവർ സ്വന്തത്തോട് പൊരുതാണ്, പിശാചിനോട് പൊരുതിയിട്ട് അള്ളാഹുലേക്ക് നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ നാലാമത്തെ ക്വാളിറ്റി കുറച്ച് ഹയർ ക്വാളിറ്റിയാണ്. ഹാർഡ്വെയർ ഓക്കെയാണ്, സോഫ്റ്റ്വെയർ ഓക്കെയാണ്, ഫുള്ളി അള്ളാഹുമായി ഓൺലൈൻ ആണ്. അതായത് ഫുള്ളും ഹുഷുവൻ, ഹൃദയ സാന്നിധ്യം ഉണ്ട്. അതായത് താൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ട്. അള്ളാഹ് എന്നെ നോക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിലാണെന്ന് ഫുള്ളി ഓൺലൈൻ ആണ്. അത് നല്ല ഹയർ ക്വാളിറ്റി നിസ്കാരമാണ്. നല്ല ഒരു ശ്രദ്ധ വേറെ ഭൗതികമായിട്ടൊന്നും പോയിട്ടില്ല. എന്നാലും 5ാമത്തെ ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. 5ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് പ്രവാചകന്മാരുടെ റസൂലൊക്കെ നിസ്കരിച്ച നിസ്കാരം എന്ന് പറയുന്നത് ഈ അമ്പൊക്കെ അല്ലെ, അമ്പ് കൊണ്ടിട്ട് അമ്പെടുക്കുന്നത് പോലും, ശരീരത്തിൽ നിന്ന് അമ്പെടുത്തത് പോലും അവരറിയാത്ത, തറച്ചു നിന്ന് അമ്പ് ഇറച്ചിയിൽ തറച്ചു ഊരിയിട്ട് അതറിയാത്ത നമസ്കാരം. അതെന്ന് പറയുന്ന അവര് അള്ളാഹുവിലേക്ക് അങ്ങ് പോയി അവര് ആ നമസ്കാരം എൻജോയ് ചെയ്ത്
അതിന്റെ ഉള്ളിൽ അവരിങ്ങനെ വിഹരിക്കുകയാണ് അള്ളാഹുവുമായിട്ടുള്ള ആ മുനാജാത്തില്. അപ്പൊ ഇവിടെ ഭൗതികമായിട്ട് തന്റെ ശരീരത്തിൽ നടക്കുന്നത് പോലും അവരറിയുന്നില്ല. അതായത് അവര് താൻ എന്താണ് ചെയ്യുന്നത് എന്നതിലല്ല, മറിച്ച് താൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നതിലാണ് ശ്രദ്ധ. എന്തിനാണ് ചെയ്യുന്നത് വെച്ചാല് ആ ഒരു ക്വാളിറ്റി ലക്ഷ്യത്തിലാണ് അവരുടെ ശ്രദ്ധ. അവർ അള്ളാഹുവിലാണുള്ളത്, അള്ളാഹുമായി മുനാജാത്തിലാണ്. അതായത് അതിന്റെ മുന്നത്തെ ക്വാളിറ്റി വെച്ചാൽ അവര് നിസ്കരിക്കുകയാണ് എന്നുള്ള ചിന്തയിലാണ്. ഞാൻ എന്താണ് ചെയ്യണത് എന്നുള്ള ചിന്തയുണ്ട്, പക്ഷെ ആ ഹയസ്റ്റ് ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള 5 നിസ്കാരക്കാരാണ് പൊതുവെ ഉണ്ടാവുക. അപ്പൊ അതില് അറ്റ്ലീസ്റ്റ് നമ്മളൊരു മൂന്നാമത്തതിലെങ്കിലും എത്തിയാൽ മാത്രമാണ് നമുക്ക് നിസ്കാരം അള്ളാഹുവിൽ സ്വീകാര്യമായി എന്നെങ്കിലും പറയാൻ കഴിയും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നൊരവസ്ഥ. ഓഫ്ലൈൻ ഓൺലൈൻ ആയിരിക്കും അധികം ആളുകൾ ഉണ്ടാവുക. അതിന്റെ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. അപ്പൊ ഏറ്റവും നല്ല റസൂലിന്റെ ഒക്കെ നിസ്കാരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഹയസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഖുശൂ കിട്ടാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ അള്ളാഹുവിനെ നന്നായി സ്നേഹിക്കുക. അതായത് നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുമ്പോ എപ്പോഴും നമുക്ക് അള്ളാഹിനെ കാണാൻ വേണ്ടി ഒരു ഇഷ്ടം തോന്നും. സ്നേഹിക്കുന്ന ആളുകളെ കണ്ടുമുട്ടാൻ ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അള്ളാഹിലേക്ക് പോകാൻ ഇങ്ങനെ ഒരു ടെൻഡൻസി വരും, അള്ളാഹിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക്. അതിനുവേണ്ടി അള്ളാഹിനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹിനെ കുറിച്ച് നന്നായി പഠിക്കണം. നേരെ മറിച്ച് നമ്മളെ അടുത്ത് ഇപ്പൊ ഒരു കൂട്ടുകാരി എവിടുന്നോ വരുമ്പോ നമ്മളോട് ഒരാൾ പറഞ്ഞു നീ അവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. സ്നേഹം എന്ന് പറയുന്നത് നാച്ചുറലി വരുന്ന ഒരു സാധനമാണ്. അപ്പൊ കുറച്ച് ദിവസം നമ്മളെ കൂടെ നിന്ന് അവളെ ക്വാളിറ്റീസ് ഒക്കെ അറിഞ്ഞ് ഭയങ്കര സിൻസിയർ ആണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, നല്ല ഇതാണ് എന്നൊക്കെ നല്ല സ്വഭാവമാണ് എന്നൊക്കെ അറിയുമ്പോ അറിയാതെ നമ്മളെ ഹൃദയം അവള് സ്നേഹിച്ചു പോവാണ്. ഇതുപോലെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞ് അള്ളാഹുമായി സഹവസിക്കാനുള്ളത് നോക്കുമ്പോഴാണ് അള്ളാഹിനെ നമ്മൾ ഉള്ളിലേക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത് നമ്മൾ എന്താ പറയുന്നതിനെ കുറിച്ച് ശരിക്കുള്ള ബോധ്യം വേണം. അതായത് ഖുർആൻ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതിലേക്ക് ശ്രദ്ധ വരുമ്പോ നമ്മൾ ആ നിസ്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. മൂന്നാമത് നമസ്കാരത്തിലേക്ക് ഒരിക്കലും പെട്ടെന്ന് ഓടിക്കയറരുത്. ഓടിക്കയറുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്തോ ഒരു തിരക്കിന്റെ ഇടയിൽ വന്ന് ഒതെടുക്കുന്നു, കൈകെട്ടുന്നു എന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പൊ പള്ളിയിലൊക്കെ ഇഖാമത്ത് കൊടുക്കുന്നതിന് ബാങ്കിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ ബാങ്ക് കൊടുക്കുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുള്ള എല്ലാം ഒന്ന് നിർത്തി. ഇപ്പൊ കടയുള്ള ആളാണെങ്കിൽ കട അടക്കേണ്ട എന്താണ്? കട അടക്കേണ്ടതൊന്ന് ഇതാക്കി വെക്കേണ്ടത്. ബാങ്ക് കൊടുത്തു, ഞാൻ കുറച്ചു നേരം ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള കസ്റ്റമറൊക്കെ ഒന്ന് പറഞ്ഞയച്ച് നിസ്കരിച്ചിട്ട് വരാനൊന്ന് ഒരുങ്ങണം ബാങ്ക് കൊടുക്കുമ്പോ. എന്നിട്ട് അയാൾ അതിലേക്ക് ഇറങ്ങി മൈൻഡ് അതിലേക്ക് പോയി ഇഖാമത്ത് കൊടുക്കുമ്പോഴേക്കും അയാളെ മൈൻഡ് ഒരു ഗ്രാജുവലി ആണ് നിസ്കാരത്തിലേക്ക് പോണത്. അതായത് സീലിംഗ് ഫാൻ പോലെ. സീലിംഗ് ഫാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഓഫാക്കി അപ്പൊ തന്നെ നിൽക്കൂല, കുറച്ച് ടൈം എടുത്ത് നിൽക്കുന്ന പോലെയാണ്. നമ്മളെ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് മെഷീൻ അല്ല, ഒരു റോബോട്ടാണെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എന്താ പറയാ, നമുക്കൊരു വികാരത്തിൽ നിന്ന് മറ്റൊരു വികാരത്തിലേക്ക് മാറാൻ ടൈം എടുക്കുന്നതാണ് മനുഷ്യ ഹൃദയം. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മളെ മക്കൾക്ക് എന്തോ മാരകമായ അസുഖം പിടിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊരു കൂട്ടുകാരി വന്നിട്ട് ഭക്ഷണത്തിന് വിളിച്ചു കൊണ്ടുപോകണം ഹോട്ടലിൽ കഴിക്കാൻ. അവള് നിർബന്ധിച്ച് നമ്മൾ പോയി, എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം മുന്നിലുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നില്ല. നമ്മളെ ഹൃദയം എവിടെയാണ്? കുട്ടീന്റെ അടുത്താണ്. നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പറിച്ചെടുത്തിട്ട് അപ്പുറം കൊണ്ടുവച്ചാൽ അത് പോവില്ല, അത് മെഷീൻ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് മുന്നേ തന്നെ ഭൗതികമായ ആ ഒരു ഇതിന്ന് മാറി ഒന്ന് വരാൻ ടൈം കൊടുക്കണം എന്ന് പറയുന്നത്. വേറെ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമസ്കാരത്തെ അവസാനത്തെ നമസ്കാരമായിട്ട് പരിഗണിച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇനി എനിക്കൊരു അവസരം ഇതിന്റെ ലാസ്റ്റ് നിസ്കാരാന്ന് വിചാരിക്കുക. പിന്നെ ഉള്ളത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് ഫർദിലെ കേടുപാടുകൾ പരിഹരിക്കുക. അതായത് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫർദ് നിസ്കാരമാണല്ലോ വിചാരണ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്നത്തുകളിലേക്ക് നോക്കും. ഫർദ് നിസ്കാരത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പടച്ചോൻ പറയും സുന്നത്തുകൾ എടുക്കുക, അതിൽ നോക്കട്ടെ. അങ്ങനെ സുന്നത്തുകൾ നോക്കിയിട്ടാണ് ഫർദിലെ കേടുപാടുകൾ പരിഹരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നമ്മളെ കേടുപാടുകൾ പരിഹരിക്കാൻ ശ്രമിക്കാം. ഒരിക്കലും ഒരു പണ്ഡിതന് ഗുരുവിനോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ ചോദിക്കാൻ വിചാരിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അതായത് എനിക്ക് ഇടയ്ക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു മൂഡും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്തിട്ട് എന്റെ ശരീരത്തെ എണീപ്പിച്ച് നിസ്കരിക്കാൻ കൊണ്ടാക്കി നിസ്കരിക്കും. അപ്പൊ എന്റെ ആ നിസ്കാരം ശരിയാവോ എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന പോലെ അല്ല ചെയ്തത്. ദേഹച്ചോട് പൊരുതി എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ട് വെച്ച് നിസ്കരിപ്പിച്ചതാ.
അപ്പൊ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞത്, അദ്ദേഹം ഗുരു പറയാണ്, എന്നാലും താങ്കൾ ദേഹേച്ഛക്ക് അടിമപ്പെടാതെ അള്ളാഹുവിലേക്ക് നിരതനായല്ലോ, അതിന് അള്ളാഹു പ്രതിഫലം കൂടുതൽ തന്നേക്കാം എന്നാണ് ആ ഗുരു മറുപടി പറയുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്തില്ല, ആ ശരീരം പറയുന്ന പോലെ നിസ്കരിക്കാതിരുന്നിട്ടില്ല, ഫോഴ്സ് ചെയ്ത് ദേഹത്തോട് പൊരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ ഇതാക്കാം. ഈ മറ്റൊരു പണ്ഡിതൻ, അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ വേണ്ടി ഖുശൂ കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമാണിത്. അതായത് തന്റെ മുകളിലെ നിസ്കരിക്കാൻ കൈകെട്ടി അദ്ദേഹം വിചാരിക്കുക എന്താന്ന് വെച്ചാൽ, അള്ള മോളിന്ന് വലിയ CCTV പോലെ, അതായത് എന്നിലേക്ക് ഒരു വെളിച്ചം, അതാ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു വലിയ ടോർച്ച് ലൈറ്റ് അടിച്ച പോലെ അള്ള മോളിന്ന് എന്നിലേക്ക് നോക്കുകയാണ്. അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ അള്ള എന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ള ചിന്ത. രണ്ടാമത് അദ്ദേഹം വിചാരിക്കും, എന്റെ റൈറ്റ് സൈഡിൽ അതാ സ്വർഗം, വിശാലമായ സ്വർഗം, അതാ എന്റെ ലെഫ്റ്റ് സൈഡിൽ അത് വിശാലമായ ആ ഡീപ്പായിട്ടുള്ള നരകമാകുന്ന ആളിക്കത്തുന്ന നരകം. എന്റെ മുന്നിൽ കിബിലയായ കഅബ അതാ മുന്നിലാണ്, എന്റെ ബാക്കിൽ അതാ എന്റെ മലക്കുൽ മൗത്ത് എന്റെ കഴുത്തിൽ പിടിക്കാൻ വേണ്ടി കൈവച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം, ആ പണ്ഡിതൻ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്നിട്ട് അങ്ങനെ നിസ്കരിക്കുമ്പോ ഇതെന്റെ ഒരുപക്ഷെ അവസാനത്തെ നിസ്കാരമാവാം, കാരണം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് എന്നെ പിടിച്ചു. ഒരുപക്ഷെ എന്റെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഞാൻ വീഴുന്ന എന്റെ രണ്ട് സൈഡിലും ഉണ്ട്. എന്റെ നിസ്കാരമാണ് എന്നെ ഒരുപക്ഷെ നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ ആടി ഉലയുന്നത്. അത് ഞാൻ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു നിസ്കാരമാണ് അദ്ദേഹം നിസ്കരിക്കാറുള്ളതെന്നാ പറഞ്ഞത്. അതുപോലെ ഇമാം ഗസാലി പറയുന്ന മറ്റൊരു ഇത് പറയുന്നത്, അദ്ദേഹം പറയുന്നു, നമ്മള് ഇങ്ങനെ വിചാരിക്കാൻ, പരലോകത്തെത്തി, നമ്മൾ മരിച്ചു കഴിഞ്ഞ് പരലോകത്തെത്തിയപ്പോ നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്, സ്വർഗത്ത് പോകാൻ വല്ല ഇതും ഉണ്ടോ. ആ സമയത്താണ് നമ്മളെ കർമ്മങ്ങളൊക്കെ കുറവാണ്, ഒന്നും സ്വർഗത്തിലേക്ക് ആക്കാൻ നമ്മുടെ കർമ്മങ്ങൾ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അള്ളഹാനോട് അപേക്ഷിച്ച് പറയണം, പഠിച്ചോനെ എനിക്ക് ഒരു അവസരം കൂടി താ, ഞാൻ ഒന്ന് ഇഹലോകത്ത് പോയിട്ട് കുറച്ചുകൂടി കർമ്മങ്ങൾ ചെയ്ത് വന്നോട്ടെ പഠിച്ചവനെ എന്ന് പറയുമ്പോ, അങ്ങനെ ഒന്നും സാധ്യമല്ല കേട്ടോ, അങ്ങനെ ഒന്നും നടക്കൂല. പക്ഷെ എങ്കിലും സങ്കല്പിക്കാൻ നമുക്കൊരു അവസരം തന്നു, നീ പോ, അള്ളാന്റെ കാരണം കൊണ്ട് ഒരു അവസരം തന്നു, എന്നിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് വിചാരിക്കാൻ ഇമാം ഗസാലി പറഞ്ഞതാണ്. അപ്പുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വർഗത്തേക്ക് പോകാൻ കുറച്ചുകൂടി നിസ്കരിക്കാനുള്ള അവസരം അള്ള തന്നതാണ് എന്ന് അങ്ങനെ വിചാരിച്ച് നിസ്കരിക്കാൻ. പിന്നെ അവസാനമായി പറയുന്നത്, നമസ്കാരത്തില് വ്യത്യസ്തത കൊണ്ടുവരാൻ. എന്ന് പറയുന്നത്, നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, നിസ്കരിക്കാൻ നിന്നാലും ഫാത്തിഹ ഓട്ടോമാറ്റിക്കലി വരും. ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഫാത്തിഹ ഓട്ടോമാറ്റിക്, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സൂറത്തും ഓട്ടോമാറ്റിക്കലി വരും. ഏത്? നാസ്, ഫലക്ക്, ഇഖ്ലാസ്, അല്ലെങ്കിൽ ഇന്നാത്തൈനാക്കൽ കൗസർ. അതിന്റെ അപ്പുറം ആരും പോലുണ്ടാവില്ല അല്ലെ? നസർ, ഏറ്റവും ചെറുതിന്റെ അപ്പുറം പോകുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മളോട് പറയുന്നത്, ഈ ഇപ്പൊ നമുക്ക് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റിയ ഏരിയ ഏതാണ്? ഈ സൂറത്തുകളാണ്. ബാക്കിയൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സൂറത്തുകളിൽ നമ്മൾ വ്യത്യസ്തത കൊണ്ടുവന്നാൽ നമുക്ക് എന്താ വ്യത്യസ്തത എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കുന്ന, ഇപ്പൊ ഈ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്നവരുണ്ടാവും, അവര് പഠിക്കുന്ന സൂറത്ത് ഓതാൻ ശ്രമിക്കുക. അപ്പൊ എന്താവും? ഹൃദയത്തിൽ നിന്ന് എടുക്കാനുള്ള ഒരു എഫേർട്ട് വേണം അല്ലെ? ഹൃദയത്തിൽ നിന്ന് ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പേജ് ഓർമ്മ വരും. ഒക്കെ ഇന്ന പേജിൽ ഇന്ന ആയത്ത് ഇന്ന സ്ഥലത്ത്, അടുത്ത ആയത്ത് എന്താണ് ആയത്ത്, അടുത്ത വാക്ക് എന്താണ്, ആലോചിച്ച് നമ്മൾ നിൽക്കുമ്പോ പുറത്തുള്ളതൊന്നും ആലോചിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതിന് നമുക്ക് പറ്റൂല, നമ്മളെ ഹൃദയം ഒരു ഇതിലേക്കേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, നിസ്കാരത്തിലും ഖുറാനിലും ആയിട്ട് ഹൃദയത്തെ പിടിച്ചു കെട്ടാൻ പറ്റും. അപ്പൊ അതിപ്പോ ചില ആളുകൾ വിചാരിക്കും കാണാതെ പഠിച്ചു ഓതുമ്പോ ചിലപ്പോ കുറെ ഓതണ്ടേ. അല്ല, ഒരായത്തോ രണ്ടായത്തോ ഓതാൻ മതി. എന്നാൽ നിങ്ങൾ ആ പഠിച്ചത് പഠിക്കാത്ത ആളുകളാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കുന്ന ആളുകളാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോ നമുക്ക് ഒരുപാട് നിസ്കാരം വഴിതെറ്റാതെ പിടിച്ചിർത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അത് ഏതുപോലെ എന്ന് വെച്ചാല്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട്, നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് വണ്ടിയിൽ മക്കളെ ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവര് വണ്ടി ഓടിക്കുമ്പോ എന്താണ്, ഏതോ ഹാലില് ഫോൺ വിളിച്ച് ആളോടൊക്കെ സംസാരിച്ചിട്ടാ പോവാ. എന്താ വെച്ചാൽ അവർക്ക് ആ റൂട്ട് ഭയങ്കര ഉറപ്പാ. ഇന്ന റോഡ്, സ്കൂളെത്തി, കുട്ടീനെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തി, അത് മനസ്സിൽ ഉറപ്പാ. അപ്പൊ മുന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, റോഡ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകും. ഹൃദയം വേറെ എവിടെയോ ആയിരിക്കും അല്ലെ? നാട്ടിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. നേരെ മറിച്ച് നിങ്ങൾ ആദ്യമായി പോകുന്ന ഒരു വഴിയാണ്, GPS ആകെ പ്രശ്നമാണ്, ഒരുപാട് ഫ്ലൈ ഓവർ ആണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. വണ്ടിയിലുള്ള ആളുകൾ സംസാരിച്ചാൽ തന്നെ പറയും, ഒന്നും മിണ്ടാതിക്ക്, ഞാൻ ഇതൊന്നും നോക്കട്ടെ, വഴി ഞാൻ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എന്താവും, എല്ലാവരോടും ഒന്നും മിണ്ടാതിക്കാൻ പറയും. കാരണം മൈൻഡ് കിട്ടുന്നില്ല, അവർ സംസാരിക്കുമ്പോൾ മൈൻഡ് പോവാണ്.
അപ്പൊ അത്രക്കും നമ്മൾ ആ വഴിയിലേക്ക് നമ്മളെ കോൺസെൻട്രേഷൻ കൊണ്ടുവരൂലേ? അതുപോലെയാണ് നമ്മള് അറിയാത്ത സൂറത്തുകള് ഓതാൻ ശ്രമിക്കുമ്പോ നമ്മളെ മൈൻഡ് ഫുള്ള് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, അങ്ങനെയേ പറ്റുള്ളൂ ഹൃദയം. അപ്പൊ ഇങ്ങനെ കുറച്ച് 9 ടിപ്സ് ആണ് നമുക്ക് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത്. ഞാൻ നിർത്തുകയാണ്. കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, ഇതില് നമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാരമായിട്ട് കാണാതെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമസ്കാരത്തെ കാണേണ്ടത്. പ്രവാചകനൊക്കെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ, ഭാരങ്ങൾ കൂടുമ്പോ നിസ്കരിക്കട്ടെ എന്നാണ് പറയാറ്. ഞാൻ നിസ്കരിച്ചു വരട്ടെ, എന്റെ ഭാരമൊക്കെ അള്ളാഹുലൊന്ന് ഇറക്കി വരട്ടെ എന്ന് പറയൂലേ. നമ്മൾ അങ്ങനെയാണ് നമസ്കാരത്തെ കാണുന്നത്. നമസ്കാരം ഒരു ഭാരമായിട്ട് കാണാതെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അവസരമായിട്ട് നിസ്കാരത്തെ കാണണം. രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ തിരക്കിനനുസരിച്ച് നമസ്കാരത്തെ മാറ്റിവെക്കാതെ നമസ്കാരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണെന്ന് പറയാൻ കാരണം, നമ്മളിൽ ആരും ചെയ്യാത്തൊരു കാര്യമായത്. നമ്മളുടെ തിരക്ക്, നമ്മൾ പലപ്പോഴും നമ്മളെ തിരക്കിനനുസരിച്ച് നിസ്കാരത്തെ മാറ്റും. വളരെ എന്താ പറയാ, വളരെ സില്ലി ആയിട്ടാണ് മാറ്റി വെക്കുക. അത് കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാലോ, അത് വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാലോ, അത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാ പോരെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാ പോരെ, ആ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനിപ്പോ എന്താ, നമുക്ക് ആ സാധനം കൂടി വാങ്ങി കഴിഞ്ഞിട്ട് പോയി നിസ്കരിച്ചാ പോരെ, ആ ഷോപ്പിലൊന്ന് കയറി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ നിസ്കരിച്ചാ പോരെ. ഇതുപോലെ നമസ്കാരത്തെ നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ചെയ്യാനുള്ള ഒരു സാധനം പോലെ അള്ളാഹുവിലേക്ക് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് ആ നിസ്കാരം അവിടെ നിസ്കരിച്ചൂടാ? ഖത്തറിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ മോളിലും, എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സും, സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലും നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, ലേഡീസിനടക്കം. ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം? അവിടുത്തെ എംപ്ലോയീസിന് മാത്രം നിസ്കരിക്കാനുള്ളതാ? അവിടെ ഷോപ്പ് ചെയ്യുന്നവർക്ക് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണ്ടേ? അപ്പോ ആ ഷോപ്പിംഗ് കഴിഞ്ഞ്, സത്യം പറയുകയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോയാൽ നമ്മുടെ സമയം പോകുന്നേ അറിയില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ആ വണ്ടിയിൽ നിന്ന് സാധനം എടുത്ത് വെച്ച് അതെല്ലാം ഫ്രിഡ്ജിൽ വെക്കണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് ഒരു സമയം അങ്ങ് ആയിട്ടുണ്ടാവും മിക്കവാറും. പിന്നെ വീട്ടിലെത്തിയ കുട്ടികൾക്ക് വിശക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ആ നിസ്കാരമൊക്കെ ഒരു കഥയുള്ള നിസ്കാരമായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ എന്ത്, ആ ഷോപ്പിങ്ങിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ്, നിങ്ങൾ 1 മണിക്കൂർ ഷോപ്പിങ്ങിന് ചെലവഴിക്കുന്നത് ഉറപ്പാ. ഷോപ്പിൽ കയറി 1 മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, അതൊരു 5 മിനിറ്റ്, ഒരുപാട് സുന്നത്തൊന്നും നിസ്കരിച്ചില്ലെങ്കിലും ആ 5 മിനിറ്റ് ആ ഫർള് പോയി മേലെ പോയി ഒന്നെടുത്ത് നിസ്കരിക്കാൻ ഒരു മാക്സിമം 10 മിനിറ്റ് അത്രേ ചെലവാകുള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളൊരു വാല്യൂ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ അള്ളാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിയും, നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ വേസ്റ്റ് ആവില്ല. ഒരു പക്ഷെ ചില ആളുകൾ സാധനം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഈ നിസ്കാരം വൈകിച്ചിട്ടല്ലേ ചെയ്യുന്നത്. എവിടെ ബർക്കത്തുണ്ടാവുക? അള്ള വിളിച്ചിട്ട് വിളി കേൾക്കാതല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ നമസ്കാരത്തെ, അതായത് നമ്മുടെ നിസ്കാരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക വേണ്ടത്. ഈ ഭൗതിക ജീവിതത്തെ, നാളെ മരിച്ചു പോകേണ്ടതാണ്. അപ്പൊ ആ നിസ്കാരത്തെ കുറിച്ചാണ് അള്ള ചോദിക്കുക. നീ എനിക്ക് മുൻഗണന നൽകിയോ എന്നുള്ള ചോദിക്കുമ്പോ, ഇല്ല എന്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ നിസ്കരിച്ചതെന്ന് പറയുമ്പോ എന്തൊരു അവഗണനയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് നമ്മൾ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് മുതൽ അത് പരിശ്രമിക്കുക. എല്ലാവരും അത് കുറച്ച് ജിഹാദ് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. സ്വന്തത്തോട് പൊരുതണം, പൊരുതിയേ ജയിക്കാൻ പറ്റും. പിന്നെ അവസാനമായി പറയാനുള്ള, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ച് തന്നെയാണ്. അത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി. ആ നമസ്കാരം അള്ള സ്വീകരിച്ചാൽ, അതായത് ഈ 5 നേരത്തെ നമസ്കാരം അള്ള കണക്ക് നോക്കുമ്പോ ആ 5 അള്ള സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 5 മീൻസ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലെ 5 വെച്ചിട്ടുള്ള നമസ്കാരം വെച്ചതൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഖുശൂവോട് കൂടിയാണെങ്കിൽ, അതെല്ലാം അള്ള ശരിയിട്ടിട്ടുണ്ടെങ്കിൽ, എല്ലാം ഞാൻ സ്വീകരിച്ചു, വളരെ നല്ല നിസ്കാരമായിരുന്നു, കൃത്യസമയത്തുള്ള ഖുശൂഉള്ള നിസ്കാരമായിരുന്നു സ്വീകരിച്ചാൽ പിന്നെ ആ മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതില് ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾക്കൊന്നും ആയുസ് അറിയില്ല, നമ്മുടെ ആരെയും ആയുസ് നമുക്ക് അറിയില്ല. 10 കാലായില്ലേ, ഞാൻ ഇപ്പൊ നിർത്താട്ടോ. ആയുസ് അറിയില്ല. അപ്പൊ ആ ആയുസ്സില് ഇപ്പൊ എനിക്കിപ്പോ ഒരു 50 വർഷത്തെ ആയുസാണെങ്കിൽ 50 വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? ഒരു ദിവസം, ഒരു വർഷം 365 ദിവസം, അതിൽ 365 into 5 അല്ലെ, എത്ര നിസ്കാരങ്ങൾ. അതായത് എനിക്ക് എന്റെ ആയുസ്സിൽ എത്ര നിസ്കാരം എന്നുള്ള അള്ള ഓൾറെഡി റിട്ടൺ ആണ്. ഇവൾക്ക് ഞാൻ ഇത്ര നിസ്കാരത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് കൊണ്ടുപോകും.
ഞാൻ വിളിക്കും, അവള് വരണം, അസ്രായേൽ വരും, കൊണ്ടുപോകും. ആ ഇത്രയും നിസ്കാരങ്ങൾ, ഒരുപാട് നിസ്കാരം നമ്മൾ കഴിഞ്ഞു, പാസ്റ്റ് അല്ലെ, കഴിഞ്ഞു പോയി. ഇനിയുള്ള നിസ്കാരം കുറച്ച് എണ്ണം കൂടി അല്ല അവസരം തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അറിയാം, ഖബറിൽ കിടക്കുന്ന ആളുകൾ നിസ്കരിക്കാനുള്ള അവസരങ്ങളൊക്കെ കഴിഞ്ഞ് അവരിപ്പോ അവർ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇതർ നല്ലതോ ചീത്തതോ ആവാം. അപ്പോ ആ നിസ്കാരങ്ങളുടെ എണ്ണങ്ങൾ ഇതാ ഓരോ ദിവസവും അല്ല ടിക്കിടാണോ തെറ്റിടാണോ നമുക്കറിയില്ല. ഓരോ നിസ്കാരത്തിന് നേരെ അല്ല ഓരോ ഹൈഫൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇവൾക്ക് ഒരു 10,000 നിസ്കാരത്തില് ഒരു 9,000 കഴിഞ്ഞു, ഒരു 1,000 ബാക്കിയുണ്ട്. അതിന് നേരെ ഹൈഫൻ ഇട്ട് അല്ല കാത്തു നിൽക്കണം. എന്തിന്? മാർക്ക് ഇടാൻ. 10 മാർക്ക് 100-ല്, 10-ല് 2 മാർക്ക്, 5 മാർക്ക്, ഇതുപോലെ അത് ഇട്ട് കഴിഞ്ഞാൽ അതും കൊണ്ട്, ആ ബുക്കും കൊണ്ട് പരലോകത്ത് ചെല്ലുന്ന നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ആ നിസ്കാരങ്ങള് അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നല്ല ഖുശൂവോട് കൂടി പ്രവാചകന്മാർ നമസ്കരിച്ച നമസ്കാരങ്ങളായി, അത്തരത്തിലുള്ള നല്ല നമസ്കാരങ്ങളായി, ഖുശൂഉള്ള, കനമുള്ള, ആത്മാവുള്ള നമസ്കാരങ്ങളായി നമ്മുടെ നമസ്കാരങ്ങൾ നിസ്കരിക്കുവാനും ആ നമസ്കാരത്തിന്റെ ലക്ഷ്യമായ ജീവിതത്തിലും തിന്മയിൽ നിന്ന് തടയപ്പെടുന്ന നമസ്കാരമായി മാറുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പരലോകത്ത് ചെന്ന ഉടനെ നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ആ നമസ്കാരം മുഴുവൻ സ്വീകരിച്ച അവസ്ഥയിൽ നമ്മുടെ പരലോക ജീവിതം അള്ളാഹു അത് സ്വീകരിക്കുകയും നമ്മുടെ പരലോക ജീവിതം അള്ളാഹു നല്ല സുഖസുന്ദരമായ സ്വർഗത്തില്, എന്നെന്നും ജീവിക്കുന്ന ആ സ്വർഗത്തില് അനശ്വരമായ ആ ജീവിതം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആ പരലോകത്ത് സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങൾ ചാരിയിരിക്കുവാനും അങ്ങനെ സല്ലപിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ സാലിഹായ സന്താനങ്ങളാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.